മാറുന്നത് എന്നുള്ളതാണ്. വീണ ശേഷം നമ്മൾ പല്ലിലേക്കുള്ള രക്തോട്ടം അതേപോലെ അതിലേക്ക് എത്തേണ്ട പോഷകാഹാരങ്ങൾ എത്താതിരിക്കുമ്പോൾ അത് സംബന്ധമായിട്ട് അങ്ങനെ ഇത് പോഷകാഹാരം കിട്ടാകുമ്പോൾ അതിൽ നിന്ന് അതിന്റെ ഇനാമൽ അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇനാമൽ ബെൻഡിൻ പൽ എന്നുള്ള കാര്യത്തിലേക്ക് അതിൽ നിന്ന് അതിലേക്ക് വരുന്ന പോഷകാഹാരങ്ങൾ തടസ്സപ്പെടാണ്. കാലക്രമേണ അത് വരുന്നു അതിന് കളർ മങ്ങുകയും അതിൽ പല്ല് പൊടിഞ്ഞു പോകാനുള്ള ഒരു അവസ്ഥയിലേക്കും കാലക്രമേണ എത്തും. ഇതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്നുള്ളൊരു ഉപാധിയാണ് നമുക്ക് ചെയ്യാറുള്ളത്. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലൂടെ അതിന്റെ വേരുകളും അത് ക്ലീൻ ചെയ്ത് അത് അടച്ച് മരുന്ന് വെച്ച് അടച്ചതിന് ശേഷം നമുക്ക് അത് ക്യാപ് അഥവാ ക്രൗൺ പറഞ്ഞ ഒരു സംഭവങ്ങൾ എഴുതുക എന്നുള്ളതാണ് അതിന് വേണ്ട ഒരു ചികിത്സ. അല്ലെങ്കിൽ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പല്ല് ആട്ടം കൊണ്ട് അത് അടക്കാൻ പറ്റൂല എന്നാണെങ്കിൽ അത് എടുത്തു മാറ്റിയിട്ട് അതിന്റെ 2 സൈഡിലെ പല്ലിനും കൂടിയിട്ട് നമുക്ക് ചെറുതാക്കിയിട്ട് നമുക്ക് ക്യാപ് ഇടാവുന്നതാണ്. അഥവാ ബ്രിഡ്ജ് 3 യൂണിറ്റ് ബ്രിഡ്ജ് എന്ന് നമ്മൾ പറയും. അത് സൈഡിലെ 2 പല്ലും കൂടി ചേർത്തിട്ട് ആ ക്യാപ് അടച്ചിട്ട് ഒരു പല്ലിടുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു വസ്തുത. നന്നായിട്ട് യൂസ് ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? സാറേ, എന്റെ പ്രശ്നം മറ്റേ MBS പറഞ്ഞമാർക്ക് അതേ കളർ തന്നെയാണ് എനിക്കും പ്രശ്നം. അതായത് കളർ വീണമെന്നല്ല, ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. പല്ലിന്റെ കളർ എപ്പോഴും മഞ്ഞ നിറത്തിലാണ്. അത് എത്ര ഞാനിപ്പോ തേച്ചുകൊണ്ടിരിക്കുന്ന പേസ്റ്റ് ഗോൾഗേറ്റ് വിത്ത് ആക്റ്റീവ് സാൾട്ടാണ്. ഇത് യാതൊരു മാറ്റമില്ല, എപ്പോഴും മഞ്ഞ നിറത്തും കൊണ്ടാണ്. അതിനെന്താണ് മാർഗം? നിറം ക്ലീനാക്കി കിട്ടേണ്ടി വരിക, ക്ലീനാക്കി മാറുക, എന്താണ് അതിന് പ്രതിവിധിയെന്ന് സാർ പറഞ്ഞാണ് ഉപകാരമായിരുന്നു. അപ്പോൾ ഞാൻ മൈക്കിൾ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂസ സാഹിബ് അല്ലേ, പലപ്പോഴും ഞാൻ ഒരു സാങ്കേതിക കാര്യം പറയാം. പലരും എന്നെ സാറേ എന്നൊക്കെ വിളിക്കുന്നു. ഞാൻ ആരെയും പഠിപ്പിച്ചിട്ടില്ല, ഒരു ക്ലാസ് ഫുള്ള് പഠിച്ചിട്ടില്ല. സാറ് എന്നുള്ള രീതി ഒഴിവാക്കിയതാണ് എനിക്കും ഇഷ്ടം. പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക്, ഈ നിറം എല്ലാവർക്കും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ പോലെ ഒരിക്കലും വെള്ള നിറം ഉള്ളതല്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. പല്ലിന് എപ്പോഴും ഒരു യെല്ലോ പിഞ്ച് അല്ലെങ്കിൽ ഒരു മഞ്ഞ നിറം എന്തായാലും ഉണ്ട്. അത് ചിലർക്ക് കൂടി ചിലർക്ക് അതിനെ തീരുമാനിക്കുന്നത് നമ്മൾ ഈ ഏറ്റവും പുറത്തുള്ള ഇനാമൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇനാമലിന്റെ അടിയിൽ ഡെന്റിന്റെ കളറാണ് ഈ മഞ്ഞ നിറം. ഈ ഇനാമലിന് കട്ടി അത് പലർക്കും പല രീതിയിലാണ് ഉണ്ടാകുന്നത്. ആ കട്ടി കൂടി കുറയുന്നതിനനുസരിച്ച് നമുക്ക് അത് മഞ്ഞ നിറത്തിന്റെ ആ ഷെയ്ഡ് അതിനനുസരിച്ച് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റുകളിൽ വെക്കുന്ന സമയത്ത് നമ്മൾ അടുത്തുള്ള പല്ലിന്റെ ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടാണ് അതിനനുസരിച്ച് വെക്കുന്നത്. അതിലൊരിക്കലും നമ്മൾ TV കാണുന്ന പോലെ ഫുള്ള് ഇതിൽ നമുക്ക് ഒരിക്കലും അത് വെള്ള നിറത്തിലുള്ളതല്ല. നമുക്ക് അതനുസരിച്ച് ആ ഷെയ്ഡ് അനുസരിച്ചുള്ള പല്ലാണ് വെക്കുന്നത്. നേരത്തെ നമ്മൾ സുഹൃത്ത് ചോദിച്ച പോലെ അത് ഒരു പല്ലിന് മാത്രം വീണത് കൊണ്ട് ഉണ്ടായ ഒരു നിറം മാറ്റം, കാലക്രമേണ ഉണ്ടായ ഒരു നിറം മാറ്റം. 4 മാസം നിങ്ങളുടെ കാര്യത്തിൽ അത് മൊത്തമായി പല്ല് വരുന്ന സമയത്ത് എല്ലാ പല്ലിനും ഒരേപോലത്തെ ഒരു നല്ല നിറമാണ്. അത് നല്ല നിറം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് സെറാമിക് ക്ലീനിങ് എന്നുള്ള രീതിയിൽ എല്ലാ പല്ലിനും ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതൊരു അസുഖമാണ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് പലർക്കും അത് അങ്ങനെ ഇനാമലിന്റെ കട്ടി കുറവ് കാരണം കൊണ്ടാണ് ആ മഞ്ഞ നിറം ഉണ്ടാകുന്നത്. അപ്പോ അത് നിങ്ങൾക്ക് കുറച്ച് ഇനാമൽ എടുത്ത് കളഞ്ഞിട്ട് അവിടെ വേറെ ഒരു സിമെന്റ് പോലത്തെ സംഭവം വെച്ചിട്ട് സെറാമിക് എന്ന സംഭവം വെച്ചിട്ട് അല്ലെങ്കിൽ കോമ്പോസിറ്റ് എന്നതിൽ പല രീതിയിൽ നമുക്ക് പല്ലടക്കുന്ന ഉപയോഗിക്കുന്ന പല വസ്തുക്കളുമാണ് ഇതൊക്കെ. ഈ വസ്തുക്കളൊക്കെ വെച്ചിട്ട് നമുക്ക് പല്ല് അടക്കാവുന്നതാണ്. യൂസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? എന്റെ ചോദ്യം, ഈ മൗത്ത് അൾസറും പല്ലിനുള്ള കേടും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അറിയുന്നത്. അസ്സലാമു അലൈക്കും. ബൈക്കുലീസ്. പല്ലുപോലും മൗത്ത് അൾസറും തമ്മിലൊരു ബന്ധമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഈ മൗത്ത് അൾസറിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നമുക്ക് വായിക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഞാൻ ചർച്ച ചെയ്തിരുന്നു. ഈ വായിക്കുന്നെന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട ഇമ്മ്യൂണിറ്റി നമുക്കെതിരെ തന്നെ ചില കാരണങ്ങൾ കൊണ്ട്, ചില മാനസികമായുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്കെതിരെ തന്നെ നമ്മുടെ ശരീരത്തിൽ അത് പ്രതിഫലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രീതിയിലുള്ള ഒരു അസുഖമാണ് ഈ വായ്പുണ്യം. വായ്പുണ്യം പല കാരണങ്ങൾ ഉണ്ടാവും എന്നുള്ളതും ഞാൻ പറഞ്ഞിരുന്നു. അതിലൊരു കാരണമാണ് സ്ട്രെസ് അഥവാ ജോലിത്തിരക്ക് അല്ലെങ്കിൽ എക്സാം നടക്കുമ്പോൾ പിള്ളേരിൽ കണ്ടുവരുന്നത്. അതേപോലെ തന്നെ പെണ്ണുങ്ങളിൽ മാസാമാസം ചിലപ്പോൾ കണ്ടുവരും. ചിലർക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് പരിചയമില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അത് പല കാരണങ്ങളും കണ്ടുവരുന്നുണ്ട്. പിന്നെ നേരെ മറിച്ച് പല്ല് കേടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉപയോഗിക്കുന്ന ടേസ്റ്റ്, നമ്മൾ പല്ല് കഴിക്കുന്ന രീതി, നമ്മൾ ശുശ്രൂഷിക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ പല്ല് കേടാവുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് വായ്പൊന്നും തമ്മിൽ കാരണമില്ല. നേരെ മറിച്ച് വേറൊരു കാരണം, ഈ പല്ല് കേടായിട്ട് അതിന്റെ മേലെ കുറുപ്പായിട്ട് നമ്മൾ കവിളിലോ നാവിലോ തട്ടിയിട്ട് പുണ്ണുണ്ടാകാം. അത് നമ്മൾ അൾസർ എന്ന് അതും ഒരു തരം അൾസർ തന്നെയാണ്. പക്ഷെ അതിന് നമ്മൾ ട്രോമാറ്റിക് അൾസർ അഥവാ പല എന്തുകൊണ്ടുണ്ടായ ഒരു മുറിവ് ഉണ്ടായിക്കൊണ്ടുണ്ടായിട്ടുള്ള പുണ്ണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റും. ഈ നേരെ മറിച്ച് അൾസർ എന്ന് പറഞ്ഞത് ഒരു വലിയ പല അസുഖങ്ങൾ കാരണം കൊണ്ട് ഉണ്ടാവാം. അതിലൊരു കാരണമാണ് കോമൺ ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാരണം നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞത് ഈ ആസ്കൽ അൾസർ അല്ല. നേരെ മറിച്ച് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ പോലെ പല്ല് കേടായിട്ട് നാവിനോ പല്ലിനോ കവിളിലോ തട്ടിയിട്ടുണ്ടാകുന്ന ട്രോമാറ്റിക് അൾസർ, അതും ഒരു ഗുണം തന്നെയാണ്. അതിന് വേണ്ടത് ആ പല്ല് എടുത്തു കളയുക, ഇല്ലെങ്കിൽ ആ മൂർച്ച ഉള്ള ഭാഗം നമുക്ക് ഇനാൻഡോ പ്ലാസ്റ്റിക് പോലത്തെ ഒരു പ്രക്രിയയിലൂടെ ആ ഭാഗം മാത്രം നമുക്ക് സോഫ്റ്റ് ആക്കിയിട്ട് പുണ്ണുള്ള ഭാഗം നമുക്ക് റിലീവ് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസീൽ കേസി കേൾക്കുന്നില്ലേ? ജസീൽ കേസി കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഒന്ന് പബ്ലിക്കിൽ ടെക്സ്റ്റ് അടിക്കുക. നിങ്ങൾ മൈക്കിന് വേണ്ടി ചോദ്യം എന്താണ് മൈക്ക് അടിക്കും. ഇനി മറ്റു ആളുകളൊക്കെ ചോദ്യം ചോദിക്കാനുള്ള ആളുകളൊക്കെ റിസൈൻ ചെയ്ത് വരും. ഡോക്ടർ ഓൺലൈനുണ്ട്. നമുക്ക് നമ്മുടെ എന്ത് സംശയങ്ങൾക്കും പല സംബന്ധമായ സംശയങ്ങളൊക്കെ ഡോക്ടർ നമുക്ക് മറുപടി നൽകുന്നു. ഏവർക്കും സ്വാഗതം. മൈക്ക് റിലീസ്. അസ്സലാമലൈക്കും. ജസീൽ സാഹിബിന്റെ സൗണ്ട് തീരെ കേൾക്കുന്നുണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. ഏതായാലും കുറച്ച് PM പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് എടുക്കാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്റെ സൈഡ് റൂട്ട് കനാൽ ചെയ്തു, ഇനി ക്യാപ്പ് ഇടേണ്ടതുണ്ടോ? അത്
സ്വാഭാവികമായിട്ടും പലരും ചോദിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഈ റൂട്ട് കനാൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുവെ ജനങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലിന് വേദന വരുന്ന മാത്രമേ നമ്മൾ ഡോക്ടർ അടുത്ത് പോകുള്ളൂ അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകുള്ളൂ. അതായത് നമ്മൾ തന്നെ ക്ലാസ്സിലും അത് സൂചിപ്പിച്ചു വരുന്നത് നമ്മൾ ഒരു 50 രൂപയിൽ ഒതുങ്ങേണ്ട അല്ലെങ്കിൽ 150 രൂപയിൽ ഒതുങ്ങേണ്ട ഒരു ഫില്ലിംഗ് അഥവാ റെജിസ്ട്രേഷൻ അടയ്ക്കേണ്ട ഒരു പല്ല് നമുക്ക് അത് ഇരുന്ന് പല്ല് വന്നതിന് ശേഷമാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് 1500-2000 രൂപയും കൂടി ആവുകയാണ്. കാരണം നമ്മൾ 50 രൂപ ചെലവാക്കി നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ഒരു 10 മിനിറ്റ് അവരുടെ അടുത്ത് പോയിട്ട് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇത്രയും പൈസ ലാഭിക്കുകയും ചെയ്യാം. നമ്മളെ പല്ല് നമുക്ക് പലപ്പോഴും നമുക്ക് അത് ചെറിയൊരു ഫില്ലിങ്ങിലൂടെ നമുക്കത് അടയ്ക്കുകയും ചെയ്യാം. ഇപ്പോ എന്റെ സുഹൃത്ത് ചോദിച്ചത് പോലെ സൈഡ് പല്ല് റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞ ഒരു പല്ല് എന്തിനു വേണ്ടി നമ്മൾ ക്യാപ്പ് ഇടുന്നു എന്നുള്ളതാണ് നമ്മുടെ വസ്തുത. നേരത്തെ നമ്മൾ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഈ പല്ലിന് കളർ മാറിയത് ഈ പല്ലിന് കളർ മാറാം എന്നത് ഞാൻ പറഞ്ഞിരുന്നു. അതിലേക്ക് കിട്ടുന്ന പോഷകാഹാരങ്ങൾ കിട്ടാതിരിക്കുമ്പോഴാണ് ആ പല്ലിന് കളർ മാറുന്നത്. അത് മാത്രമല്ലാണ്ട് അതിനെ നിന്ന് അതിന്റെ ശക്തി അത് ബലഹീനപ്പെട്ട് അത് പൊടിഞ്ഞു പോകാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. പലരും പല ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ക്യാപ്പ് ഇടാന്ന് പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ പല്ലിന് പിന്നെ ക്യാപ്പ് ഇടാന്ന് പറഞ്ഞിട്ട് അവർ പോയതിനു ശേഷം പിന്നെ വരില്ല. പിന്നെ അവർ ഓരോ ചെറുക്ക് വന്ന് 1.5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും അത് കളയേണ്ട ഒരവസ്ഥയിലേക്ക് അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപ്പ് എന്ന സംവിധാനം കൊണ്ടുവരുന്നത്. അപ്പൊ അത് ക്യാപ്പ് ഒത്തിരി ചെയ്യും. അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയും പെട്ടെന്ന് നമ്മൾ പല്ലടച്ചതിന് ശേഷം ഒരാഴ്ചയോ കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മൾ ക്യാപ്പ് ഇടുക എന്നുള്ളതാണ് വസ്തുത. അബ്ദുള്ള സാഹിബും അമീർ സാഹിബും വന്നിട്ട് ഈ തത്സമയ ലൈവ് ആൾക്കാർ എത്തിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണം എന്നാൽ നമുക്ക് ക്ലാസ് നിർത്താം എന്നുള്ളത് ഞാൻ ആഗ്രഹമായി പറയുകയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പേസ്റ്റ് കൂടാതെ പല്ല് തേച്ചാൽ പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടുമോ? 2 വയസ്സായ കുട്ടികൾക്ക് അത് നമ്മൾ 2 വയസ്സായ പിള്ളേര് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു. പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത്. അവർക്ക് ഉപയോഗിക്കുന്നത് അവരുടേതായ പീഡിയാട്രിക് പേസ്റ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടുതലുള്ള പേസ്റ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ പല്ല് കേടിൽ നിന്ന് സംരക്ഷിക്കാൻ ഒന്നുകൂടി അത് അവരെ പല്ല് ബലപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ പല്ല് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഭാവിയിലേക്ക് അത് വരുന്ന പല്ലിനെ നമുക്ക് അത് സഹായിക്കുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ ഫ്ലൂറൈഡ് പേസ്റ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫ്ലൂറൈഡ് പോലത്തെ പേസ്റ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പല്ലിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ക്രിസ്റ്റൽ, അതായത് ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റൽ, അതിലേക്ക് നമ്മുടെ ഈ വരുന്ന ഫ്ലൂറൈഡ് വന്ന് ചേരുകയും അത് കാരണം അത് ക്ലോറോക്സി അപ്പറ്റൈറ്റ് എന്ന ക്രിസ്റ്റലുമായി മാറുകയും ചെയ്യും. അങ്ങനെ വന്നാൽ നമ്മളെ ഈ പല്ല് കേടാവുന്നതിന്റെ ബാക്ടീരിയയിൽ നിന്ന് ഒന്നുകൂടി ശക്തമായിട്ട് അത് പ്രതിരോധിക്കാൻ ഈ ക്ലോറോക്സി അപ്പറ്റൈറ്റ് ക്രിസ്റ്റൽ സഹായിക്കും. നേരെ മറിച്ച് പല്ല് വളർന്നു ശേഷം നമുക്കത് 10, 20, 30 വയസ്സ് ആൾക്കാർ ഫ്ലൂറൈഡ് പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു കാര്യവുമില്ല. അവരിലും നമ്മൾ കൊടുക്കേണ്ട ഈ ഉമിനീര് കുറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ ഈ ഫ്ലൂറൈഡ് പേസ്റ്റുകൾ കൊടുക്കും. അത് വേറെ വിഷയം. അത് പല കാരണങ്ങളും ഉമിനീര് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് വേറെ വിഷയം. അതിലേക്ക് പിന്നീട് നമുക്ക് പോവാം. അപ്പോൾ പിള്ളേരെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേസ്റ്റ് ഉപയോഗിച്ച് തേക്കുക എന്നുള്ളത് തന്നെയാണ് വസ്തുത. അത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ അത് ഫ്ലൂറൈഡ് പേസ്റ്റ് ഉപയോഗിക്കാൻ ഇൻഷാ അല്ലാഹ് ശ്രമിക്കുക. മൈക്ക് യൂസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർ, എനിക്ക് ചോദിക്കാൻ 2 സംശയങ്ങളാണ്. ഒന്ന്, ചില ആളുകളൊക്കെ ടൂത്ത് പേസ്റ്റിന്റെ ബാക്ക് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് കറുപ്പ്, പച്ച, നീല പോലെയുള്ള അടയാളങ്ങൾ കാണുന്നുണ്ട്. ചില ആളുകൾ പറയുന്നു ഈ കറുപ്പ് അടയാളമുള്ളത് ഉപയോഗിക്കാൻ പാടില്ല, ചുവപ്പ് അടയാളമുള്ളതും എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കാം. അതേസമയം നീല, പച്ച പോലുള്ളത്
സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇതിന്റെ യഥാർത്ഥം എന്താണ്? രണ്ടാമതായിട്ട് 7 വർഷം മുമ്പ് കുടുംബ മാസികയിൽ ഒരു ഡോക്ടർ എഴുതിയത് ഞാൻ വായിച്ചിരുന്ന ഒരു പട്ടിയിൽ, പിന്നെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല, ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ ആസ്തമ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടികെ സാഹിബ് ചോദിച്ചത് 2 ചോദ്യങ്ങളാണ്. ഒന്ന് നമ്മൾ പേസ്റ്റിന്റെ താഴെ കാണുന്ന കളർ കോഡിന്റെ കാര്യം. രണ്ടാമത് ചോദിച്ചത് പേസ്റ്റ് ഉപയോഗിച്ചാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പേസ്റ്റിന്റെ കളർ കോഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അത് വ്യക്തമാക്കിയിരുന്നു. എന്താണ് ആ കളർ കോഡ് കൊണ്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ പേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റുകളായാലും മൗത്ത് വാഷസ് ആയാലും അത് ഒരിക്കലും ഒരു മാനദണ്ഡം ഒരു ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ കണ്ണ് കെമിക്കൽ ചേർക്കാൻ പാടില്ല എന്നുള്ളത് ഒരു മാനദണ്ഡമില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും അതാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ മറ്റേ കളർ കോഡിങ് വരുന്നത്. ആവുന്നതും പച്ച കളർ കോഡ് ഉള്ളത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ പലതരത്തിലുള്ള ബ്രാൻഡുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡുകളുടെ വില കൂടിയ ബ്രാൻഡുകൾ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് പല്ലിന് പ്രത്യേക ഗുണം കിട്ടാനില്ല. എന്തിനാണ് നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വസ്തുത. പേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ബ്രഷിനും പല്ലിനും ഇടയിലുള്ള ഒരു അതിന്റെ മീഡിയം, അത് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു വസ്തുതയാണ്, ഒരു വസ്തുവിനായിട്ട് നമ്മൾ കാണേണ്ടത്. അതിൽ അവർ ആഡ് ചെയ്യുന്ന ഒരു പലതരത്തിലുള്ള മെന്തോൾ അല്ലെങ്കിൽ അത് നമുക്കൊരു റിഫ്രഷിംഗ് എഫക്ട് തരുന്നു. അതേപോലെ നമുക്ക് അതിന് ടേസ്റ്റ് കുറച്ചുകൂടി ഭംഗിയാക്കി തരുന്നു എന്നുള്ളൊരു ബഫറിംഗ് ഏജന്റുകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ കെമിക്കൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഞാനും ഒരു വൈദ്യുതി ഒരു വൈദ്യറിന്റെ എന്തിനാണ് നമ്മൾ പേസ്റ്റ് തേക്കുന്നത്? ബ്രഷും പേസ്റ്റും തേക്കേണ്ട ആവശ്യമില്ല. പണ്ടത്തെ പോലെ എനിക്ക് ഉപയോഗിച്ചിട്ട് അമർത്തി തേച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ കാണാൻ ഇടയുണ്ടായിരുന്നു. അതിലും അയാൾ പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ശ്രദ്ധിച്ചാൽ അതിൽ കാണാം ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് അണ്ടർ സൂപ്പർവിഷൻ എന്നുള്ള കാര്യം. മാത്രമല്ല ചില പേസ്റ്റുകളിൽ അത് എഴുതിയിട്ടുണ്ടാവും. അതിന് കാരണം എന്നുള്ളത് നമ്മൾ ഈ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പേസ്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് പറയുന്ന ഒരു കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പേസ്റ്റ് കുറച്ച് അഥവാ നമ്മൾ ഈ ആക്റ്റീവ് സാൾട്ട് എന്നൊരു സാൾട്ട് ക്രിസ്റ്റൽസ് അതേപോലുള്ള ഉമ്മിക്കിരി പിന്നെ ജെൽ ക്രിസ്റ്റൽസ് ഒക്കെയുള്ള പേസ്റ്റുകൾ ആണെങ്കിലും ഒഴിവാക്കാൻ നോക്കാം. ജെല്ലിന് രീതിയിലുള്ള ഒഴിവാക്കി സാധാ പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ ഈ ജെല്ല് അഥവാ സാൾട്ട് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ഉമ്മിക്കിരി പോലത്തെ സംഭവങ്ങൾ ഉപയോഗിച്ചാൽ നമ്മൾ പല്ലിനുള്ള തേയ്മാനം ഒന്നും കൂടി കൂടുക മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ആസ്മ പോലത്തെ അസുഖങ്ങൾ ഞാൻ ഇതുവരെ എന്റെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ഞാൻ അതിനെ കുറിച്ച് വായിച്ചില്ല. അത് എനിക്ക് തോന്നുന്നില്ല പേസ്റ്റ് ഒരിക്കലും അങ്ങനത്തെ ഒരു അസുഖം. ആസ്മ എന്ന് പറയുന്നത് നമുക്ക് ശ്വാസമുട്ടാണ് പറയുന്നത്. ശ്വാസമുട്ടും പേസ്റ്റും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇൻഷാല്ല എന്തെങ്കിലും എനിക്ക് അതിനെ കുറിച്ച് വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ക്ലാസ്സിൽ ഇൻഷാല്ല അവതരിപ്പിക്കുന്നുണ്ട്. മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും.
കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ, ഹലോ. ഈ പല്ലിലുള്ള കറ നീക്കാൻ എന്താ ചെയ്യാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാരിമി ഉസ്താദ്, എന്താണ് ചോദ്യം? ചോദ്യം ചോദിക്കുന്നവരൊക്കെ ഒന്ന് വ്യക്തമായിട്ട് ചോദിക്കുക. ചോദിച്ചത് ഡോക്ടർ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നല്ലേ? പല്ലിന്റെ ഉള്ളിലെ കറ നീക്കാൻ എന്താ ചെയ്യാന്ന്, അത് അത്ര മാത്രമേ ലാസ്റ്റ് വന്നിട്ടുള്ളൂ. പിന്നെ ആദ്യമൊക്കെ ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ബൈലക് സംവിധാനം പിന്നെ നമ്മൾ സംസാരിക്കുന്ന മറ്റുള്ളവർ കേൾക്കും. DC ആയിട്ടില്ല, ഡോക്ടർ DC ആയില്ല. ഡോക്ടർ കേട്ടിട്ടില്ലേ? ചോദ്യം കേട്ടിട്ടില്ലേ? പല്ലിന്റെ ഉള്ളിലെ കറ നീക്കാൻ എന്താ ചെയ്യാന്നാണ് ഉസ്താദ് നേരത്തെ ചോദിച്ചത്. അത്രേ കേട്ടിട്ടുള്ളൂ. എന്തായാലും ഡോക്ടർ മൈക്കിൽ വരി. നമ്മളെ സവാദ് പേരാമ്പ്രൊക്കെ എത്തിയിട്ടുണ്ട് വിദ്യയിൽ നിന്നുള്ള. എല്ലാവരും മൈക്കിൽ വരിക. മൈക്കില് എന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ റൈസ് ഹാൻഡ് ചെയ്ത് വരിക മൈക്കിൽ. ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ദാരിമി ഉസ്താദ് ഇവിടെ എനിക്ക് PM ചെയ്തിരുന്നു. പിന്നെ മൈക്കിലുള്ളവർ കഴിഞ്ഞിട്ട് PM-ലേക്ക് കടക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചിരുന്നത്. കുറച്ച് PM ഇങ്ങനെ വന്നിരിപ്പുണ്ട്. ഏതായാലും പല്ലിന് കറ നീക്കാൻ എന്താണ് മാർഗം എന്നുള്ളത്, പല്ലിന് കറ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് അത് ഉള്ളതെങ്കിൽ നമ്മളത് ഒരു സാധാരണ ബ്രഷ് ചെയ്താൽ പോവാവുന്നതിനേക്കും ചിലപ്പോൾ അത് ഇരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പല്ലിന്റെ ബാക്ക് വശത്ത് ഈ നാവിന്റെ ബാക്ക് വശം, നാവിന്റെ സൈഡിലുള്ളത്, അതേപോലെ അണ്ണാക്ക് അവിടെയുള്ള ആ ഭാഗത്തൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 6 മാസത്തിലൊരിക്കലും ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് ഇത് ചിലർ ഈ നിത്യേന ഈ കഷായം, ലേഹ്യം അതേപോലെ സംഭവം യൂസ് ചെയ്യുന്നവർക്ക് ഇതേപോലെ കറകൾ വരാം. അതും ഇതേപോലെ ക്ലീൻ ചെയ്താൽ ഇൻഷാല്ലാ അത് പോകേണ്ടതാണ്. പിന്നെ ചിലർക്ക് വരുന്നത് ഈ പല്ലിന്റെ ബാക്ക് വശത്ത് കറുത്ത് കുത്തു പോലത്തെ ഇതുകൾ വരുന്നവരുണ്ട്. അതിന് കാരണം തന്നെ നമ്മൾ വായിലുള്ള ക്രോമോജനിക് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയന്റെ അളവിൽ കൂടുതൽ അത് കണ്ടുവരുമ്പോൾ അതാണ് നമ്മുടെ പല്ലിൽ ആ ഒരു കറുത്ത കുത്തായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ക്ലീൻ ചെയ്താലും വീണ്ടും ചിലർക്ക് വന്നുകൊണ്ടിരിക്കും. അത് ഒരു അസുഖമല്ല, അത് അത് ഉണ്ടാകുന്ന ഒരു നമ്മൾ സാധാരണ നമ്മുടെ വായിൽ ജീവിക്കുന്ന ഒരു അണു അത് അളവിൽ കൂടുതൽ കണ്ടുവരുന്നു എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഉസ്താദ് പറഞ്ഞ പോലെ എന്ത് തരത്തിലുള്ള കറയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഞാൻ കഴിഞ്ഞ അസുഖം പറഞ്ഞ പോലെ ഈ ഗ്യാസിക് എസിഡിറ്റി കാരണം നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മൾ വായിലുള്ള ആ പല്ലിന് അത് ബാധിക്കും. അതുകൊണ്ടും തന്നെ കറയുണ്ടാവാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് കറ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ ചികിത്സിക്കാൻ പറ്റാവുന്നതാണ്. ഓട്ട അടിക്കാൻ കഴിയുമോ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പല്ല് കറയും ഓട്ട അടിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് നോക്കേണ്ടത്.
ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാമോ? അസ്സലാമു അലൈക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, വലൈക്കും അസ്സലാം. ഓക്കെ, പിന്നെ ഡോക്ടർ കേൾക്കുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഡോക്ടർ കേൾക്കുന്നുണ്ടാവും ഇൻഷാ അല്ലാ. പിന്നെ അൽഹംദുലില്ലാ, ആദ്യമേ വളരെ സന്തോഷം. ഇത്തരം ഒരു സംവിധാനം നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയതിന്റെ അണിയർ പ്രവർത്തകരെ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. അൽഹംദുലില്ലാ, എന്തായാലും അവർക്ക് തക്കതായ പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വളരെ തിരക്ക് പിടിച്ച സമയത്തിന് ഇടയിലും ഇങ്ങനൊരു നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിക്കാൻ മനസ്സ് കാണിച്ച ഡോക്ടർ അസഫ് അബൂബക്കർ, അദ്ദേഹത്തിനും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനിപ്പോഴാണ് ക്ലാസ് റൂമിലേക്ക് വന്നത്. ഒരുപക്ഷെ നേരത്തെ ആളുകൾ ചോദിച്ചതായിരിക്കാൻ ചാൻസ് ഉണ്ട്, എന്നാലും ഞാൻ അറിയില്ല. എനിക്കുള്ളൊരു സംശയമാണ്. നമ്മുടെ ആളുകളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് ഈ വായ്നാറ്റം എന്നുള്ളത്. ഭയങ്കര, നമുക്ക് തന്നെ അറിയില്ല, നമുക്ക് സംസാരിക്കുമ്പോണ്ടെന്നുള്ളത് നമുക്കത് ഫീൽ ചെയ്യില്ല, മറ്റുള്ളവർക്കാണ് അത് ഫീൽ ചെയ്യുന്നത്. അതിപ്പോ പൊതുവെ നമ്മുടെ പല സുഹൃത്തുക്കളിലും നമുക്ക് അനുഭവപ്പെടാറുണ്ട്, നമുക്ക് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ വായ്നാറ്റം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലപ്പോഴും നമുക്കുള്ളൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണിത്. മറ്റുള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഒച്ചത്തിൽ സംസാരിക്കാനൊക്കെ നമുക്കൊരു മടി വരും. ചിലപ്പോൾ ഇങ്ങനെ ഒരു മറ്റുള്ള ആളുകൾ നമുക്കിത് ഉണ്ടാകുമ്പോൾ നമുക്കും ഉണ്ടോ എന്നുള്ളൊരു പേടി വരെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടി നമുക്ക് ഈ വായ്നാറ്റം ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ ഒരു സംശയം. രണ്ടാമത്തെ ഒരു സംശയമുള്ളത്, പല്ലിനെ ബാധിക്കുന്ന ഒരു മഞ്ഞ നിറം. എത്ര നമ്മൾ ബ്രഷ് ചെയ്താലും പല്ലിന് ആ ഒരു പ്യൂർ വൈറ്റ് കളർ കിട്ടൂല, ഒരു മഞ്ഞ നിറം പല്ലിമാര് തോന്നും കണ്ടാല്. അതിന് അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് പല്ലിന്റെ കളർ കൂടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? മഞ്ഞ നിറം മാറി കിട്ടാൻ വേണ്ടി. ഈ വായനാറ്റത്തിന്റെ വിഷയം, രണ്ട് വിഷയമാണ്. ഡോക്ടറുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ചോദിച്ചതുപോലെ രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന് വായനാറ്റത്തിന്റെ കാര്യം, രണ്ടാമത് പല്ലിന് മഞ്ഞ നിറം പറഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ ചോദ്യത്തിൽ ഞാൻ കുറച്ചു നേരത്തെ മുമ്പ് കൂടി അതിന് വിശദീകരണം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, എന്തുകൊണ്ട് ആ മഞ്ഞ നിറം വരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഇനാമലിന്റെ കട്ടി കുറവ്, അത് മൊത്തത്തിൽ അത് പല്ലിന് ഉണ്ടെങ്കിൽ, അത് പല്ല് വന്ന സമയത്ത് തന്നെ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് മഞ്ഞ നിറം തന്നെയായിരിക്കും. ആ നിറം തന്നെയാണ് നമ്മൾ അത് കാലക്രമേണ അത് കൂടിയാണ്. ഇനാമിന്റെ കട്ടി കുറഞ്ഞതിനനുസരിച്ചാണ് ആ ഇനാമൽ ഉണ്ടാകുന്നത്. പിന്നൊരു വേറെ വിഷയം, നമ്മൾ പല്ല് ഒരിക്കലും വെള്ള നിറമല്ല എന്നുള്ളൊരു വസ്തുത നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. അത് പലപ്പോഴും നമ്മൾ പരസ്യത്തിൽ മാത്രമേ നമുക്കത് അങ്ങനെ കാണാൻ പറ്റൂ. നമുക്കത് വെള്ള നിറമായിട്ട് കാണുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും വെള്ള നിറത്തിൽ കാണുന്നത് വളരെ അപൂർവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡെന്റിന്റെ നിറം മഞ്ഞ നിറമായെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു നിറമാണ് നമ്മൾ പല്ലിന്റെ ഷേപ്പ് പലപ്പോഴും വരുന്നത്. അപ്പോൾ മഞ്ഞ നിറം അതൊരു ചെറിയ രീതിയിലൊരു യെല്ലോ ഷെയ്ഡ് നമ്മൾ എല്ലാവരും പല്ലിന് ഉണ്ട്. സഹസായിട്ട് നമുക്ക് പറയാൻ ചെയ്യാവുന്നത് മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. ശരി. അൽഹംദുലില്ലാ, നല്ല കേസറിലെ ബഹുമാനപ്പെട്ട ഡോക്ടർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആതുര സേവന രംഗത്ത് കൂടുതൽ ദീർഘായുസ്സോടെ ഊർജ്ജസ്വലതയോടെ നിലകൊള്ളാൻ നമുക്ക് തോഫീക്ക് ചെയ്യാം. ഇനി ചില സംശയങ്ങൾ കട്ടുണ്ടോ? ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി വിചാരിച്ചു. ഡോക്ടർ കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണ അതെ പേസ്റ്റ് ഉപയോഗിക്കുന്ന ആളാണ് നമ്മൾ. നേരത്തെ പഴയ കാലത്തെ പോലെ നമ്മൾ ഉമിക്കരി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രകൃതിപരമായ വസ്തുക്കളെ കൊണ്ടല്ലല്ലോ പല്ല് വരക്കാറുള്ളത്. ഇപ്പോൾ പേസ്റ്റിന്റെ ഒരു രോഗം ആ രൂപത്തിലേക്ക് നിങ്ങൾ ആൾക്കാണ് നമ്മൾ. നിങ്ങൾ ടേസ്റ്റും നല്ല വാസനയും രുചിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഞാൻ നേരത്തെ നമ്മൾ ഏതൊരു മാസികയിൽ നമ്മളെ സത്യധാരയിലാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെന്ന് ഓർമ്മയില്ല, മാസികയിൽ പേസ്റ്റുകൾ കൂടുതൽ തേക്കുന്ന ആൾക്ക് ക്യാൻസർ രോഗത്തിന് അതൊരു കാരണമാവുന്നു എന്നുള്ളൊരു ചെറിയ പെട്ടിക്കോളത്തിൽ കണ്ടതായിട്ട് എന്റെ വായിച്ചതായിട്ട് ഞാൻ ഓർമ്മയ്ക്കുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന
കെമിക്കലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണോ അതോ എന്താണ് എനിക്ക് യൂസ് ചെയ്യുന്ന വസ്തുക്കൾ അത്തരം പേസ്റ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വല്ല വിഷമങ്ങളുണ്ടോ, ശാരീരിക ആന്തരിക അവയവങ്ങൾക്ക് വല്ല പ്രയാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഏതെങ്കിലും വല്ല പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ടോ, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതെല്ലാം പേടിച്ചിട്ടിപ്പോൾ ഞാൻ ഈ ഡാബർ എന്ന് പറയുന്ന ഒരു പേസ്റ്റാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തർ സ്ഥിരമായിട്ടൊരു പേസ്റ്റ് മാത്രം ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം. അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു സ്വഭാവമാണ്, അത് നല്ലതാണ്. പല കിതാബുകളൊക്കെ മറ്റൊന്നും കാണുന്നുണ്ടല്ലോ പല്ല് കുത്ത എന്നുള്ളത്. അപ്പോൾ അതിൽ ആ പല്ലുകളിൽ നമ്മൾ പല്ലിന്റെ ഇടക്ക് നമ്മൾ ഈർക്കിളി കൊണ്ടോ മറ്റോ അങ്ങനെ ഉപയോഗിച്ച് കുത്തുന്നത് കൊണ്ട് അതിന്റെ മോണക്കോ മറ്റോ വിഷമങ്ങളോ ഭക്ഷണപാനീയങ്ങൾ എന്തെങ്കിലും കുണി കിടക്കുന്നുണ്ടെങ്കിൽ പുറത്ത് മാറ്റാൻ ചെയ്യുന്നുണ്ടെന്ന് ശരിയാണ്. പക്ഷെ എന്തെങ്കിലും അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ട് പല്ലിനോ മോണക്കോ മറ്റോ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. പല്ലിന്റെ മോണയും മറ്റും ആരോഗ്യത്തിനും ഒക്കെ തന്നെ പറ്റുന്ന എളുപ്പത്തിൽ കഴിക്കാവുന്ന എല്ലാ ഭക്ഷണത്തിലും കാൽസ്യം കാര്യങ്ങളൊക്കെ പ്രത്യേകമുണ്ട്. വലിയ വലിയ ഭക്ഷണങ്ങളല്ലാത്ത വല്ല ക്യാരറ്റോ അങ്ങനത്തെ എന്തെങ്കിലും പ്രത്യേകമായ വല്ല ഭക്ഷണങ്ങൾ എന്തെങ്കിലും സമയത്ത് ഒഴിവിട്ടുമ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ പല്ലിന് ഗുണം കിട്ടുന്ന വല്ല ഭക്ഷണം ഉണ്ടോ എന്നറിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കുവാനും ആതുര സേവന രംഗത്തേക്ക് സംശയങ്ങൾ തീർത്ത് സമൂഹത്തിന് നയിക്കാനൊക്കെയുള്ള തൗഫീക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർക്ക് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഹമീദ് ഫൈസി ഉസ്താദിന്റെ മുഴുവനായിട്ടും എനിക്ക് കേൾക്കാൻ പറ്റുന്ന ഇടയ്ക്കിടയ്ക്ക് ചെറിയ കട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സവാജ് പേരാമ്പര സാഹിബ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് നമ്മൾ പ്രവചിക്ക് വെച്ചത് വിടുകയായിരുന്നു. സവാജ് സാഹിബ് മൈക്കിലുണ്ടെങ്കിൽ എന്നൊരു കാരണം കണ്ട് പറയാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ മൈക്കിൽ റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും ഡോക്ടർ. പിന്നെ ഞാനത് അതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഞാൻ രണ്ടാമത് ചോദിക്കാൻ വന്ന കാര്യം ഇപ്പോൾ ഉസ്താദ് ചോദിച്ചു. കൂട്ടത്തിൽ അടുത്ത ചോദ്യത്തിന് വേണ്ടി കൈവച്ചതായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്താ വെച്ചാൽ പേസ്റ്റ് ഉപയോഗിക്കുന്ന കാര്യത്തില് പലരും പ്രിഫർ ചെയ്യുന്നുണ്ട് വൈറ്റ് കളറുള്ള പേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് കോൾഗേറ്റിന്റെ വൈറ്റ് കളർ എന്ന് പറയുന്നുണ്ട്. കളറുള്ള പേസ്റ്റുകൾ ഒഴിവാക്കിയിട്ട് വൈറ്റ് നിറത്തിലുള്ള പേസ്റ്റ് ഉപയോഗിക്കാന്ന് പൊതുവെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളത് കൂടി എന്റെ ചോദ്യത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് കൈബന്ധിച്ചത്. അപ്പൊ നേരത്തെ മഞ്ഞ നിറത്തിന്റെ ഒരു കാര്യം, നമ്മുടെ പ്രധാനമായിട്ട് ആ സ്മെല്ലിന്റെ കാര്യം, ഈ ഒരു പേസ്റ്റിന്റെ കാര്യം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സവാജ് സാഹിബ് ചോദിച്ചത് രണ്ട് കാര്യമായിരുന്നു. ഒന്ന് നമ്മൾ വായനാറ്റം സംബന്ധിച്ചുള്ള കാര്യം, അതേപോലെ തന്നെ രണ്ടാമത് നമ്മളെ പല്ലിന് വരുന്ന മഞ്ഞ നിറം അതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമായിരുന്നു. രണ്ടാമത്തെ കാര്യം ഏകദേശം നമ്മളത് പറഞ്ഞിരുന്നു, എങ്ങനെയാണ് അത് സംഭവിക്കുന്നതും. അത് നല്ല രീതിയിൽ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. നമ്മുടെ പല്ലിന്റെ മുൻഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള ചെറിയ അളവിൽ ഇനാമൽ എടുത്തു മാറ്റിക്കൊണ്ട് നമുക്ക് അത് വീണ്ടും റെസ്റ്റോറേഷൻ ചെയ്തിട്ട് സെറാമിക് വിനീലിംഗ് അല്ലെങ്കിൽ പല തരത്തിലുള്ള ഫില്ലിംഗ് ഉപയോഗിച്ചിട്ട് നല്ലോണം ഉണ്ടെങ്കിൽ നമുക്കത് അത് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇനാമലിന്റെ കട്ടി എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാവില്ല, അതെല്ലാം പല്ലി കൂടിയും കുറഞ്ഞു നിൽക്കും. അപ്പൊ അതിന് നമ്മൾ ഒരിക്കലും അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണേണ്ട ഒരാവശ്യമില്ല. രണ്ടാമത് വായനാട്ടത്തിന്റെ കാര്യം, വായനാട്ടം വരുന്നതിന്റെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുന്ന രീതി ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ
ശ്രദ്ധിക്കണം, ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ മിനിമം രാവിലെ എണീക്കുമ്പോൾ രാത്രി കിടക്കാൻ നേരത്തും അത് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ അംശങ്ങൾ നമ്മൾ പല്ലിന്റെ പലയിടങ്ങളിൽ ഈ പ്രത്യേകിച്ച് പല്ല് കേടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല്ലിന്റെ ക്രമം തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പല്ല് ഇടയ്ക്ക് ഭക്ഷണാംശങ്ങൾ കുടുങ്ങിയിട്ട് വായനാട്ടത്തിന് കാരണമാകും. അങ്ങനെ അതുപോലെയുള്ള നല്ലോണം ക്രമം തെറ്റി കമ്പ്യൂട്ടർ നേരാക്കുക എന്നുള്ളത് കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം നമ്മുടെ വായിൽ ഒന്നുകിലും അംശം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറയും. അത് കാരണം കൊണ്ട് തന്നെ വായനാട്ടം ഉണ്ടാകാൻ വേറെ സാധ്യത. അതുകൊണ്ടാണ് പലപ്പോഴും ചുയികം പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാതെ അളമുട്ടാൽ ഇങ്ങനെ അസുഖത്തെ കുറയാൻ വേറെ കുറെ കൂടി സഹായിക്കും. ഇതൊക്കെ ഇല്ലെങ്കിൽ എന്നിട്ട് വായനാട്ടമുള്ള ആൾക്കാരാണെങ്കിൽ ബ്രഷ് ചെയ്യുക എന്നൊരു ശീലം വരുന്ന സംഭവങ്ങൾ അത് അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു ക്യാപ്പ് ഉണ്ടാവും. അതിൽ അര ക്യാപ്പ് സൊല്യൂഷനും പിന്നെ അര ക്യാപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് പലപ്പോഴും പല നമ്മളും കാണിച്ചിട്ടുണ്ട്. കുറെ പരിധി വരെ നമുക്ക് ഈ വായനാട്ടത്തെ സഹായിക്കുന്നത്. രണ്ടാമത് ഹമീദ് ഫൈസൽ ചോദിച്ച പേസ്റ്റ് ഏത് ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു ഇത്ര തോന്നുന്നെങ്കിൽ നമുക്ക് കുറെ കട്ടുണ്ട്. അതിലൊരു ഭാഗത്ത് ഒരു ചോദ്യം അത് കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ? ഞാൻ യെസ്, വലൈക്കും അസ്സലാം. ഓക്കെ, പിന്നെ നമ്മള് ഡോക്ടർ DC എന്നാ തോന്നുന്നത്. പിന്നെ അൽഹംദുലില്ലാ വളരെ നല്ല ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു അവസരമായിരുന്നു. പക്ഷെ എന്തോ അറിയില്ല, ഡോക്ടറെ നെറ്റ് പ്രോബ്ലം എന്തോ ഡോക്ടർ DC ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിന്മാരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം എപ്പോഴൊക്കെ ഉണ്ടാവാറുള്ളത് എന്നറിയിച്ചാൽ നന്നായിരുന്നു. ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഓക്കെ, മേക്കർ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഡോക്ടർ കേൾക്കുന്നില്ല? ഡോക്ടർ മൈക്ക് എടുക്കൂ പ്ലീസ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ BC ചെയ്യാൻ പോകുന്നില്ല. ഞാൻ എവിടം വരെ പറഞ്ഞത് നിങ്ങൾ കേട്ടു എന്നുള്ളത് അറിയില്ല. ഹമീദ് ഫൈസി ഉസ്താദിന്റെ കാര്യത്തിലേക്ക് നമ്മൾ ഏകദേശം ഷവാദ് സാഹിബിന്റെ കാര്യങ്ങൾ നമ്മൾ ഏകദേശം പറഞ്ഞു. അതെ, ടേസ്റ്റ് ചെയ്ത് നമ്മൾ വന്നിരുന്നു. ഹമീദ് ഫൈസി ഉസ്താദ് ചോദിച്ചതുപോലെ ടേസ്റ്റും ദാരിദ്ര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നായിരുന്നു ഉസ്താദിന്റെ സ്റ്റോറി. എനിക്ക് കേൾക്കാൻ പറ്റിയില്ലായിരുന്നില്ല. ചിലർക്ക് ചില ടേസ്റ്റ് കിട്ടുമ്പോൾ മണ്ണുള്ള അവസ്ഥ വരും. നെറ്റ് സ്ലോ ആയത് കൊണ്ട് എനിക്ക് അത് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും BC ആവാം. ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതെ, ഓക്കെ. ക്യാൻസർ രോഗത്തിന് കാരണമാണോ പേസ്റ്റുകൾ എന്നതാണ് ഹമീദ് ഫൈസി ഉസ്താദിന്റെ ചോദ്യം. ഈ ക്യാൻസർ എന്ന് പറയുന്നതും പേസ്റ്റിനെ തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നെ ചില പേസ്റ്റുകളിൽ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ, ചില കെമിക്കൽസ്, അത് തന്നെ നമുക്ക് പലപ്പോഴും അത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ് എന്ന രീതിയിൽ അത് വസ്തു വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ല? അപ്പോൾ അതിന്റെ പേസ്റ്റിൽ ചില പേസ്റ്റുകൾ, ചില കമ്പനി ഉപയോഗിക്കുന്ന പേസ്റ്റുകളിൽ അതിന് സംബന്ധമായിട്ട് അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പലപ്പോഴും ക്യാൻസറിന് സാധ്യത അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട്, കൂടുതലാണ് എന്ന് പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ പേസ്റ്റിലും അതുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതാണ് കാരണം എന്നും അവർ തെളിയിച്ചിട്ടില്ല. അതൊരു കാരണമായേക്കാം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസർ വന്നത് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു കേസും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പറയുന്നതൊക്കെ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞിരുന്നു. പേസ്റ്റ് നമുക്ക് പലപ്പോഴും ആ കളർ കോഡ് ഉപയോഗിച്ച് ആ കെമിക്കലിന്റെ അളവിനനുസരിച്ചാണ് ആ കളർ കോഡ് അവർ ഉപയോഗിക്കുന്നത്. അഥവാ സാൾട്ട് എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഈ വൈറ്റ് കളർ പേസ്റ്റ് എന്ന് പറയുന്നെങ്കിലും വൈറ്റ് പേസ്റ്റിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ പച്ച കളർ അല്ലെങ്കിൽ മഞ്ഞ കളർ, ചുവപ്പ് കളർ എന്ന് പല കളറുകൾ പേസ്റ്റ് വന്നത് അതിൽ കളറിംഗ് ഏജന്റാണ് അത് വരുന്നത്. അല്ലാണ്ട് ആ കളറും ഈ ഞാനിപ്പോ കണ്ടുപിടിച്ച കളർ യൂസ് ചെയ്ത് പേസ്റ്റിന് ഏറ്റവും അടിയിൽ അതിനൊരു കളർ കോഡ് ഉണ്ട്. അതിന്റെ ബാർകോഡ് ഉള്ള സ്ഥലത്ത് തന്നെ അതിന് ഒരു കളർ കോഡ് കാണാം. അപ്പോ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിൽ പച്ച, നീല, ചുവപ്പ്, കറുപ്പ് എന്നുള്ള രീതിയിലാണ് ആവുന്നത്. നമ്മൾ പച്ച ഉപയോഗിക്കുക. ഇതിന്റെ കെമിക്കലിന്റെ അളവനുസരിച്ചിട്ടാണ് അതിന് ഉപയോഗിക്കുന്നത്, അതിന് ഇത് കൂടുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞത് പേസ്റ്റ് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ അതിന് ക്യാൻസറും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞു. പിന്നെ ഉപയോഗിച്ച് വേറൊരു കാര്യം, നമ്മൾ പല്ല് കുത്തുന്ന ശീലം അത് നല്ലതാണോ അല്ലേ എന്ന് ഞാൻ തോന്നുന്നു ചോദ്യം. അതെ, അത് ഉപയോഗിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല്ലിന്റെ ഇടയിൽ എപ്പോഴും കുത്തുമ്പോൾ നമുക്ക്
കൊണ്ട് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പല്ലിന്റെ ഇടയിലുള്ള വിടവ് കൂടുകയാണ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ കൂട്ടാനുണ്ടാവുന്ന സാഹചര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു ചെറിയ ആണ് അത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. മോണയുടെ ഇത് കുറഞ്ഞ് അത് ഇറങ്ങാനുള്ള ഒരു കാര്യം ഉണ്ടാവും, സാധ്യത ഉണ്ടാവും. അപ്പോൾ അവിടെ വിടവ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ഭക്ഷണ പദാർത്ഥത്തിൽ കുടുങ്ങുകയും നമ്മൾ പല്ല് കുത്തുകയും. നമ്മൾ അമിത് സിസ്റ്റർ പ്രായമുള്ള ഒരാളാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ ഇവിടെ. അപ്പോ അത് ആ വിടവ് കൂടുമ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിടവ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഭക്ഷണ സാധനം ധരിക്കാനുള്ള സാധ്യത അവിടെ കൂടുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ പല്ല് കുത്തുന്ന സമയത്ത് അത് ഒന്നുകൂടി ആ വിടവിനെ കൂടുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ മരത്തിന്റെ ഇടയിൽ നമ്മൾ ഈ ആപ്പ് വെക്കുന്നു എങ്ങനെയാണോ അതിനാണ് നമ്മൾ ഫ്ലോസ് പോലത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഒന്നും നല്ലത്. പല പഠനങ്ങളും കാണിക്കുന്നത് നമുക്ക് പല്ല് കുത്തുന്നേക്ക് നല്ലത് ഡെന്റൽ ഫ്ലോസ് എന്നുള്ള ഒരു സംഭവം നമുക്ക് കിട്ടാം. അല്ലെങ്കിൽ സാധാരണ ഒരു നൂല് എടുത്തിട്ട് നമുക്ക് പല്ലിന്റെ ഇടയിൽ ക്ലീനാക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നേരെ മറിച്ച് നമ്മൾ ഈ പല്ല് കുത്തുന്നതിനടുത്ത് നമ്മൾ പല്ലിന്റെ ഇടയിൽ ഒരു ജോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ ജോയിന്റ് മാറ്റുന്ന പല്ല് ഒരു ക്രമത്തിൽ നിൽക്കുകയാണ്. അതിന് അപ്പുറത്തെ സൈഡിലുള്ള പല്ലായിട്ട് യോജിച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ കുത്തി ആ വിടവിൽ അവിടെ ഗ്യാപ്പ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും അവിടെ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. നമുക്ക് അത് എന്തായാലും അതിന്റെ ഇടയിൽ ഭക്ഷണം കൊടുക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. പിന്നെ നമുക്ക് അത് ഇല്ലാണ്ട് തീരെ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. ഏതായാലും ഞാൻ കാര്യങ്ങൾ വേറെ ചോദ്യം വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഒരു മൈക്ക് എടുത്തിട്ടൊന്ന് സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ. പിന്നെ അമീദ് ബൈഷുസ്താ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഡോക്ടറെ. മറ്റേ നല്ല പേസ്റ്റുകൾ ഏതാണ് എന്നും ഉപയോഗിക്കാൻ പറ്റിയ നല്ല പേസ്റ്റ് ഏതാണ് പറഞ്ഞിരുന്നു. അപ്പൊ അതും കൂടി അത് കട്ടായി ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല ഡോക്ടർ എന്ന് വിചാരിക്കുന്നു. ഡോക്ടർക്ക് നല്ല കട്ട് വരുന്നുണ്ട്. ഇടയ്ക്ക് സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്താൽ മതി, അതിനെ കുറെ കട്ട് കുറയും. അസ്സലാമു അലൈക്കും. ചോദ്യം ചോദിച്ചിട്ടില്ല. എനിക്ക് മൈക്ക് സ്ക്രീനിൽ ക്ലിയർ ചെയ്യാനുള്ളൊരു കാര്യമാണ് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞത്. നെറ്റ് സ്ലോ ആയതുകൊണ്ട് എൻ്റെ ഒരു 2G ആണ്, ഞാൻ എൻ്റെ 3G നെറ്റ് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് 2G ആണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്ലാസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ല. അമിത് സാഹിബ് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ അമിത് സാഹിബ് അബ്ദുൽ തോട്ടക്കാർ സാഹിബ് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് വന്നതാണ്.
ഡോക്ടർ സാഹിബിന് ചോദ്യം ഞാനൊന്നൊരു മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും. അപ്പൊ കേൾക്കുന്നുണ്ടോ ഡോക്ടർ? അല്ല, അമീദ് ഫൈസി ഉസ്താദ് നേരത്തെ പറഞ്ഞേ മറ്റേ പേസ്റ്റ് നല്ല ഏത് പേസ്റ്റാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ നല്ലത് ചോദിച്ചിരുന്നു. നേരത്തെ ചോദിച്ചില്ല, ഡോക്ടർ കേൾക്കാട്ടായിരിക്കും. ഇപ്പൊ കേട്ടോ, നല്ല പേസ്റ്റ് ഏത് കമ്പനിന്റെ പേസ്റ്റാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ നല്ലതെന്ന് ചോദിച്ചു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നല്ല ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. പലപ്പോഴും നമ്മളോട് വരുന്ന പേഷ്യൻസും ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഇപ്പോൾ ഏത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് ഡോക്ടർ, അതേപോലെ ഏത് ബ്രഷാണ് നമ്മൾ വാങ്ങേണ്ടത് എന്നുള്ളൊരു കാര്യം. ഈ രണ്ട് കാര്യങ്ങൾക്കും നമുക്ക് ഇപ്പം ഒരു വ്യക്തത കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കളർ കോഡ് അനുസരിച്ച് പച്ച കളർ കോഡുള്ള പേസ്റ്റ് എടുക്കുകയായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ തന്നെ മുന്തിയ അല്ലെങ്കിൽ വില കൂടിയ പേസ്റ്റ് നമ്മൾ എടുക്കുന്നതിൽ വലിയ ഒരു കാര്യമില്ല. നേരെ മറിച്ച് നമുക്ക് ചെറിയ പേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് സാധിക്കാൻ പേസ്റ്റിന്റെ എന്താണ് അതിന്റെ ഉപയോഗം എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ ഈ ഒരു സംശയം നമുക്ക് മാറാവുന്നേ ഉള്ളൂ. നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷിന്റെയും അതേപോലെ കല്ലിന്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു അതിനിടയിലുള്ള ഒരു മീഡിയം ആയിട്ട് അതിനെ ഒരു മുതലപ്പെടുത്തിക്കൊണ്ട് പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ ബ്രഷിന്റെ നാലുകൾ പല്ലിന്റെ ഇടയിൽ ഇറങ്ങി ചെല്ലാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് അതിന് ഒരു മീഡിയേറ്റർ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമതായിട്ട് അതിൽ ആഡ് ചെയ്യുന്ന ഒരു കെമിക്കൽസിനായിട്ട് മെയിനായിട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രഷ്നെസ്, മൗത്തിനൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി മെൻഡോൾ പോലത്തെ ഏജൻസുകൾ അതും ആഡ് ചെയ്യും എന്നല്ലാതെ അതിന്റെ ഉപരിയല്ലാതെ നമുക്ക് വേറെ ഒരു കാര്യങ്ങൾ അത് പേസ്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രീം അത് കെമിക്കൽസ് കുറവുള്ള പേസ്റ്റുകൾ ഉപയോഗിക്കാം. അതേപോലെ കളർ കോഡ് എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് എല്ലാത്തിനും അതിൻ്റെതായ നല്ല ഫലങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് നോക്കിയാൽ മതി. വേറെ ഒരാൾ PM ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. പ്രഗ്നന്റ് സമയത്ത് പല്ല് വേദന വന്ന് പല്ല് ഇളകുന്നു, അതിന്റെ കാരണം എന്താണ്? ചില എന്ന് പറയുന്ന കണ്ടീഷൻ കാണാറുണ്ട്. മോണ വളർന്നു വരുന്ന ഒരു സാഹചര്യം നമുക്ക് കണ്ടുവരാറുണ്ട്. അത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ട്യൂമറാണ്. അത് കാര്യമാക്കുന്ന ഒരു പ്രശ്നമല്ല. അത് ഉണ്ടെങ്കിൽ നമുക്കത് പ്രത്യേകിച്ചുകൊണ്ട് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മുറിച്ച് മാറ്റാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ആവുന്നതും പല്ല് സംബന്ധമായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസവം കഴിയുന്നവരെ അതിനെക്കുറിച്ച് ഒരു ചികിത്സ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പ്രസവിച്ചതിന് ശേഷം അത് മുറിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പല്ല് ഇളക്കം എന്ന് പറഞ്ഞത് ഒരു പല്ലിന് മാത്രമാണോ അത് മൊത്തത്തിലുള്ള ഒരു പല്ലിനാണോ എന്നുള്ളത് ഇവിടെ ചോദിച്ചെടുത്ത ഇവിടെ പറഞ്ഞിട്ടില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. കേൾക്കുന്നുണ്ടോ? അത് കട്ടായോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ടോ? സൗണ്ടില്ല, കേൾക്കുന്നില്ല. ഡോക്ടർ സാർ, പിന്നെ ഒരു ബ്രഷ് ഒരാൾക്ക് എത്ര കാലാവധി വരെ ചെയ്യാം? അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ സാധനമാണല്ലോ വസ്തുവാണ് നമ്മൾ വരക്കാൻ ഉപയോഗിക്കുന്നത്. ആളാക്കി നമ്മൾ ഉപയോഗിക്കാറുണ്ട് മരത്തിന്റെ. അത് തേഞ്ഞു നമ്മൾ ഒഴിവാക്കും. എന്നാൽ ചില ആളുകളൊക്കെ കണ്ടമാനം ഒരു മാസങ്ങളോളൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ബ്രഷ് ഉപയോഗിക്കുന്നതായിട്ടുണ്ടല്ലോ. അപ്പൊ അതൊന്ന് എത്ര വർഷം വരെ, അല്ലെങ്കിൽ എത്ര കാലാവധി വരെ, അല്ലെങ്കിൽ എത്ര മാസം വരെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ സാമി. ബ്രഷ്
ബ്രഷ് എന്ന് ബ്രഷ് പറയുന്നത് നമ്മൾ ആദ്യം ബ്രഷ് എടുക്കുമ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷുകൾ അത് മാർക്കറ്റിൽ കിട്ടുന്നത് സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്ന രീതിയിലാണ്. ആദ്യം നമ്മൾ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോഫ്റ്റ് ബ്രഷിൽ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 മാസം വരെയാണ് പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നത്. 3-4 മാസം വരെയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് മാറ്റണം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. 11 വയസ്സായ മോൻ എപ്പോഴും മൂത്രം ഒഴിക്കുന്നു. എപ്പോഴായാലും മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ അപ്പോൾ തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ മൂത്രം പോകും. അത് ഇതിനിപ്പോ ചോദ്യം ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബിന് ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ അബ്ദുറഹ്മാൻ എന്ന് SKSന്റെ പൊതുപ്രവർത്തകനാണ്. എന്നെക്കാട്ടും പഴയ ഒരു ഡോക്ടറാണ്, ഒരു സജീവമായ ഒരു ഡോക്ടറാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് വേണ്ടിയുള്ള ഉത്തരം തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഏകദേശം പല്ല് ക്ലീൻ ചെയ്യിക്കുന്നത് കൊണ്ട് പല്ലിന്റെ ഇനാമൽ നഷ്ടപ്പെടും എന്ന് പറയുന്നത് ശരിയാണോ? നല്ലൊരു ചോദ്യമാണ്. പലരും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ പലരും സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണിത്. നമ്മൾ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലാണല്ലോ നമുക്ക് കുളിപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു കാരണം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മൾ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഈ കക്ക പോലത്തെ ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനടിയിലുള്ള പല്ലിന്റെ വീടോ ഇല്ലെങ്കിൽ മോണ ഇറങ്ങിയിട്ടുണ്ടാവും. ഈ മോണ ഇറങ്ങുമ്പോൾ അതിന്റെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ എന്തുകൊണ്ട് കുളിപ്പുണ്ടാവുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയാൽ അതിന്റെ ഈ ഡെന്റിൻ എന്ന് പറയുന്നത് ഡെന്റിൻ എക്സ്പോസ് നമ്മൾ വായിലേക്ക് തുറന്നു കഴിഞ്ഞാൽ അതിലൂടെ നമ്മുടെ പല്ലിന്റെ പൾപ്പിലേക്ക്, അതിന് ജീവനാടിയിലേക്ക് അതിന്റെ സെൻസിറ്റിവിറ്റി എത്തുകയും അത് നമുക്ക് കുളിപ്പായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത് അവിടെ എന്താണ് കക്ക മാറ്റുമ്പോൾ ക്ലീൻ ആക്കിയിട്ട് കക്ക മാറ്റുന്ന സമയത്ത് അത് പുറത്തേക്ക് ഉണ്ടാവുന്നത് കൊണ്ടാണ് നമുക്ക് 1-2 ആഴ്ച വരെ നമുക്ക് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു കുറിപ്പ് ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഇനാമൽ നഷ്ടപ്പെടും എന്നുള്ളൊരു ഇതില്ല. അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ലോകമൊട്ടാകെ ചെയ്തു വരുന്ന ഒരു ചികിത്സ രീതിയാണ്, അതിലൊരു രീതിയാണ് പല്ല് ക്ലീൻ ചെയ്യുന്നത്. അതിൽ നമുക്ക് അങ്ങനെ ഒരു ദൂഷ്യഫലം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ഗവൺമെന്റോ അല്ലെങ്കിൽ അംഗീകരിക്കുകയില്ല. അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അത് അങ്ങനെ നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ കക്ക അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണാംശങ്ങളൊക്കെ എടുത്തു മാറ്റുമ്പോൾ മോണ ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ പല്ലിന്റെ വീട് പുറത്തേക്ക് എക്സ്പോസ് ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് ഇൻഷാല്ലാഹ് 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് അത് തിരിച്ചു പഴയ രൂപത്തിലേക്ക് ആവുകയും ചെയ്യും. നമുക്ക് ആ പൊളിപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും. മൈക്ക് യൂസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ, എനിക്കൊരു സംശയം. ഞാൻ എന്റെ വലതുഭാഗത്തെ കോട്ടിലുള്ള 3 പല്ല്, 2 പല്ല് ആദ്യം എടുത്തു, ഒരു പല്ല് എടുത്തു. പല്ല് മൊത്തമായി ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി എന്നോട് പറഞ്ഞത് 1 മാസം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ വരണം. ഒരു ചെറിയ ക്ലീനിങ് ആണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഇനി വലിയൊരു ക്ലീനിങ് ഒന്നും കൂടി ചെയ്യാനുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്താണ് 2 തരം ക്ലീനിങ്
ഡോക്ടർ അതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കണം ഞാൻ റിലീസ് ചെയ്യുന്നു. മുനീസാഹിബ് ചോദിച്ചപോലെ എന്താണ് രണ്ട് തരത്തിലുള്ള ക്ലീനിങ് എന്നാണ് മുനീസാഹിബ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പൊതുവെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമുക്ക് ഒരു സ്കെയിലർ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്കെയിലർ എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് നമ്മളെ പല്ലിന്റെ പുറത്തുള്ള ഭാഗം അതുപോലെ മോണയിൽ ഒരു കുറച്ച് ഇറങ്ങുന്ന രീതിയിലായിരിക്കും ക്ലീൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ പുറമെ ഉള്ള കക്ക അതേപോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒക്കെ എടുത്ത് മാറ്റി പല്ല് പുറമേന്ന് ക്ലീൻ ആയിട്ട് കാണുകയും ചെയ്യും. നേരെ മറിച്ച് ചിലർക്ക് മോണ അസുഖമുള്ളവർക്ക് മോണ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ മോണയിൽ നമ്മൾ പല്ലിനെ പിടിച്ചു നിർത്തുന്ന ഈ എല്ല് അത് താഴേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ഇൻഡോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചികിത്സാ രീതിയുണ്ട്. അതിന് നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് ഓരോരോ ക്വാർട്ടറായിട്ട് അല്ലെങ്കിൽ പല്ലിന്റെ ആദ്യം ബാക്ക് വശം പിന്നെ ഫ്രണ്ടിൽ അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് അതിന് മോണ നമ്മൾ തുറന്ന് അത് ഉള്ളിൽ ക്ലീൻ ചെയ്ത് അത് ഉള്ളിൽ താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനുള്ള രീതിയിലുള്ള മരുന്ന് വെച്ചിട്ടാണ് നമ്മൾ അത് വീണ്ടും തുന്നി ചേർക്കുന്നത് എന്നുള്ള രീതിയിൽ. അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചിലവർക്ക് അത് ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ പല്ല് ആട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ അധികം ഇങ്ങനെ ഉള്ള രീതിയിൽ രണ്ടാമത് പറഞ്ഞ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചെല്ലാറുള്ളത്. സാധാരണഗതിയിൽ നമുക്കൊരു പല്ലിന് കറയോ അല്ലെങ്കിൽ അങ്ങനെ കക്കയൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഉള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇതാണ് രണ്ട് രീതിയിലുള്ള വരുന്ന ക്ലീനിങ്ങിന്റെ വ്യത്യാസം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. ഹലോ. ഡോക്ടറെ, അതേമാതിരി ഈ മോണ ഇറക്കൽ അതെന്താ? എന്റെ ഈ അടിയിൽ വരിയുടെ പല്ലിന്റെ മുൻഭാഗത്ത് മാത്രം ഉൾഭാഗത്താണ് മോണ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കുറെ കാലം വർഷങ്ങളായിട്ട് ഇറങ്ങിപ്പോയിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ ചില ടൈമിൽ വലിയ വെള്ളം കുടിക്കുമ്പോൾ തണുപ്പ് വരുമ്പോ ഒരു വേദനയൊക്കെ നല്ല ഇറങ്ങിപ്പോയിട്ടുണ്ട്. അടി വരെ കാണുന്നുണ്ട്. അത് മാറാൻ എന്താണ് ചികിത്സ? ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ഹലോ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ മോണ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഉണ്ടാകുന്നതാണ് പല്ല് കുടിക്കുണ്ടാകുന്നത്. അതാണ് ഞാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ഈ പെരിയോഡൽ തെറാപ്പി എന്ന് പോലത്തെ ഉള്ളൊരു സർജറി, ചെറിയ രീതിയിലുള്ള സർജറിയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പല്ല് തേക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ് നമ്മൾ പല്ലിന്റെ ബാക്ക് വശം, പ്രത്യേകിച്ച് നമ്മളെ മുൻപല്ലിന്റെ താഴത്തെ മുൻപല്ലിന്റെ ബാക്ക് വശം. അവിടെയാണ് കൂടുതലും കക്ക വന്ന് കൂടാനുള്ള ചാൻസ് കൂടുന്നത്. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അവിടെ തന്നെ നമ്മൾ ഉമിനീരിന്റെ ഒരു ഉറവിടം അല്ലെങ്കിൽ അവിടെ തുറക്കുന്നുണ്ട്. നേരെ മറിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അവിടെ ഇരിക്കാനും കൂടുതൽ ചാൻസ് കൂടുതലാണ്. ഇത് രണ്ട് കാരണം കൊണ്ട് തന്നെ അവിടെ കക്ക കൂടാനും വളരാനും ചാൻസും അതിനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ തന്നെ നമ്മൾ അവിടെ ക്ലീനിങ് കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ നമുക്ക് വേറൊരു കാര്യം നിങ്ങൾ ചോദിച്ച പോലെ അതിന് എന്ത് ചികിത്സ ചെയ്യാൻ പറ്റും എന്നുള്ളതാണെങ്കിൽ അതിന് ഞാൻ പറഞ്ഞ ഈ പെരിയോഡൽ തെറാപ്പി പോലത്തെ സംഭവം സർജറി ചെയ്ത് അവിടെ ക്ലീൻ ചെയ്ത് നമ്മൾ ബോൺ ഗ്രാഫ്റ്റ് പോലത്തെ വരും. ഈ ബോൺ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് പല്ലിന് ദ്രവിച്ചുപോയ എല്ല് തിരിച്ച് അതേപോലെ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിന്
ഒരു എക്സ്റേ എടുത്ത് നോക്കി എത്രത്തോളം എല്ല് ദ്രവിച്ച് പോയിട്ടുണ്ടെന്ന് നോക്കണം. പല്ലിന് ആർക്കും എത്ര നോക്കണം. നിങ്ങളുടെ വയസ്സ്, ആ വ്യക്തിയുടെ ശരീരപ്രകൃതി അതനുസരിച്ചായിരിക്കും അതിന്റെ തിരിച്ചു വരാനുള്ള ശേഷി. അതിനനുസരിച്ചായിരിക്കും അതിനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്കൊരു പീരിയോഡോളജിസ്റ്റ് അതായത് മോണവിദഗ്ധന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംശയങ്ങൾ മനസ്സിലാക്കാനും ദൂരീകരിക്കാനും അതുപോലെ തന്നെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് അതിന് പറ്റും എന്നീ പറഞ്ഞ ഈ പീരിയോഡിക് തെറാപ്പി എത്രത്തോളം അതിന് സക്സസ് ആവും എന്നുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ, എനിക്ക് സംശയം, ഈ മേലേറിയുടെ പല്ല് കേടുള്ളത് എടുക്കാൻ പറ്റുമോ? നാട്ടിലെ സ്വതവേ സംസാരമുണ്ട് മേലേറിലെ പല്ല് എടുക്കാൻ പാടില്ല. അത് എനിക്ക് രണ്ട് ഭാഗത്തുണ്ട്, വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഓരോ പല്ല് കേടുണ്ട്. അപ്പൊ അത് എടുക്കുന്നുണ്ട്. അത് എടുക്കുന്നതിനെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്താണ് അതിനൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാൻ മൈക്ക് റേസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേലത്തെ പല്ലെടുക്കുന്നതിന് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് ചിലർക്ക് ഞാൻ പറഞ്ഞ 100% ആൾക്കാർക്കും അത് പറ്റും എന്നല്ല. അത് ഏത് പല്ലായാലും, ഇപ്പൊ താഴത്തെ പല്ലാണെങ്കിലും ശരി, നമ്മൾ പല്ലിന്റെ അടുത്ത് കൂടെ പല ഞരമ്പുകളും പല രക്തകോളുകളും പോകുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലർക്ക് അത് അടുത്തുണ്ടാവും, ചിലർക്ക് അത് ദൂരെയായിരിക്കും. അധികം കേസിൽ അതിനനുസരിച്ചായിരിക്കും പല്ലെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പല്ല് എടുക്കാതിരിക്കുന്നത് കൊണ്ട് അത് എടുക്കുന്ന ദൂഷ്യമായിരിക്കും ചെയ്യുന്നത്. എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ പഴുപ്പ് അവിടെ ഇരുന്നിട്ട് പല്ലിലേക്ക് ഇറങ്ങി അടുത്തുള്ള പല്ലിനെ ബാധിക്കാം. അത് മോണയിലേക്ക് ഇറങ്ങി മോണരോഗം ഉണ്ടാവാം. പ്രത്യേകിച്ച് നമ്മൾ മേലത്തെ പല്ലാകുമ്പോൾ നമ്മളെ ഈ കവിളിന്റെ ഭാഗത്തുള്ള ഈ സൈനസൈറ്റിസ് പോലത്തെ അസുഖങ്ങൾക്കും അത് ബാധിക്കാം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം ഈ ചില ആൾക്കാരുകളിൽ ഈ പല്ലിനുണ്ടാകുന്ന വേരുകൾ, അതിന് നീളക്കുറവ് കാരണം ഈ സൈനസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പല്ലിന്റെ മേലെയുള്ള ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. കവിളിന്റെ ഉള്ളിലുള്ളൊരു സൈനസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിലേക്ക് ഈ വേര് ചിലപ്പോൾ ഇറങ്ങിച്ചെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്റേ എടുക്കാണ്ട് പാർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സൈനസിനെ അത് ബാധിക്കാം. അതായിരിക്കും. അതല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. പല്ല് പലപ്പോഴും പലരും 1ഉം 2ഉം പല്ലൊക്കെ ഒന്നിച്ച് എടുത്തിട്ട് സെറ്റ് വെക്കുന്ന പലരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പല്ലെടുക്കാൻ അതിനൊരു ബുദ്ധിമുട്ടാണ്. അണപ്പല്ലാണെങ്കിലും ശരി, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് അണപ്പല്ല് എടുക്കുന്നതിന് നമുക്ക് ഞാൻ പറയാം ഒന്നുകൂടി എളുപ്പമാണ് മേലത്തെ അണപ്പല്ല് എടുക്കുന്നത്. നമ്മൾ നേരെ മറിച്ച് നമ്മൾ അതിന് മുന്നിലുള്ള ഈ അണപ്പല്ലുകളിൽ തൊട്ട് മൂന്ന് അണപ്പല്ലുണ്ട്. അതിൽ ആദ്യത്തെ അണപ്പല്ല് എടുക്കാനാണ് ഒന്നുകൂടി ബുദ്ധിമുട്ട്. ബാക്കി 2 പല്ലുകളൊക്കെ എടുക്കാൻ അത്ര ബുദ്ധിമുട്ടായിട്ട് വരാറില്ല. ആദ്യത്തെ പല്ലെടുക്കുന്ന സമയത്ത് അതിന്റെ വേര് ചില സമയത്ത് ഒരു നീളം കൂടുതലുള്ളതുകൊണ്ട് അത് സൈനസിലേക്ക് ഇറങ്ങി ചെല്ലാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പല ഡോക്ടർമാര് അല്ലെങ്കിൽ അധികവും നമുക്ക് എക്സ്റേ എടുത്തതിന് ശേഷം അവർ ഈ മറ്റേ പല്ലെടുക്കുന്ന രീതിയിലേക്ക് കടക്കുന്നത്. വേറെ ബുദ്ധിമുട്ടുകളും ഒന്നും പല്ലെടുക്കുന്നത് കൊണ്ട് ഉണ്ടാവാറില്ല. മോനക്കും വേറെ ചോദ്യം PM ചോദിക്കുന്നത്, മോനക്കും പല്ലിനും ബലവും ശക്തിയും കിട്ടുന്ന ചെറിയ എളുപ്പത്തിൽ കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് നല്ല ചോദ്യമാണ്. എന്തായാലും അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ എനിക്ക് നോക്കണം. ഒന്നുകൂടി ഞാൻ റെഫർ ചെയ്ത് പറ്റിയ ഞാൻ പറയാം. ഏതായാലും കാൽസ്യം പോലത്തെ ഭക്ഷണങ്ങൾ നമ്മൾ ഈ തൈര്, പാല് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ നമുക്ക് അത് പ്രത്യേകിച്ച് തൈര് പോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വായിലുള്ള അണുക്കൾ, അത് കേടായ അണുക്കൾ ഒരു പരിധി വരെ അതിന്റെ വളർച്ച തടയാൻ ഈ തൈരും എന്ന് പറയുന്നത് അതിലും ഈ പാലിൽ ഫെർമെന്റേഷൻ നടന്നിട്ട് അതിൽ നിന്നുണ്ടാവുന്ന ഒരു വസ്തുവാണ് ഈ തൈര് എന്ന് പറയുന്നത്. അതിലും കുറെ അണുക്കളാണ് ഉള്ളത്. അപ്പോ അത് ഒന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മൾ വായിലുള്ള ഈ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു ഒറിജിനൽ തൈര് തന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒറിജിനലായ തൈര് കിട്ടുകയാണെങ്കിൽ അത്രയും തൈര്, പിന്നെ ബാക്കി തൈര് 2 ലിറ്റർ യോഗട്ട് പിന്നെ കേട് എന്ന് പറയും. അതിൽ ഒന്നെന്ന് പറയുന്നത് ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു അണുക്കുഞ്ഞ മാത്രം തന്നെ കൂട്ടായ്മയാണ്. മറ്റൊന്ന് പറയുന്നത് പല അണുക്കളും കൂടിയിട്ടുണ്ടാകുന്ന ഒരു കൂട്ടായ്മയാണ്. അതിനാണ് ഒന്നിന് കേടും ഒന്നിന് അതേപോലെ തന്നെ യോഗട്ട് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ വേറെ ഭക്ഷണം കാണണമെങ്കിൽ ക്യാരറ്റ് എന്നൊക്കെ പറയുന്നത് കണ്ണിന് നല്ലതാണെന്ന് പറയുന്നത്. കണ്ണിനാണ് ക്യാരറ്റ്, അതിലിറങ്ങിയിരിക്കുന്ന റെറ്റിനോയിഡ് എന്ന് പറയുന്ന അതിന്റെ എൻസൈം, അത് കണ്ണിന് ഒന്നുകൂടി കാഴ്ച നൽകാൻ വേണ്ടി ക്യാരറ്റ് നൽകും എന്നും കണ്ണിനെ സംബന്ധിച്ച് നമുക്ക് ആധികാരികമായി അത് അങ്ങനെ പറയാനില്ല. പിന്നെ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരം കിട്ടാനും ഞാൻ എന്തായാലും അടുത്ത ക്ലാസ്സിൽ വരുന്നു അറിയിക്കാൻ നോക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അലർജിക്ക് പരിഹാരം പറയാമോ പറയുന്ന ഒരു മെഡിസിൻ എന്ന് പറയുന്നത് ടെലികാസ്റ്റ് എൽ എന്ന് പറയുന്ന ഒരു ബോണ്ടിലിക്ക സോഡിയം ലിവോസിട്രോസിനും കൂടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ട്. അത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്കൊരു. അത് പക്ഷെ അതിന് മുമ്പ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തുമ്മൽ വരുന്നതെന്നുള്ളത് നോക്കണം. ആവുന്നത് നിങ്ങൾക്ക് പറ്റുന്ന DNT ഡോക്ടറെ സമീപിച്ച് എന്താണെന്നുള്ളത്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് തുമ്മിക്കഴിഞ്ഞ രക്തം വരുന്നത് അതുപോലുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം. കാരണം നമ്മൾ പ്രത്യേകിച്ച് ഈ മൂക്ക് പുറത്തുവരും ചെറിയ ചെറിയ നാടുകളുണ്ട്, രക്തക്കുഴലുകളുണ്ട്. അതിന് ഈ പ്രഷർ താങ്ങാൻ പറ്റാണ്ടാവുമ്പോഴാണ് പൊട്ടിയിട്ട് രക്തം വരുന്നത്. അതുകൂടാണ്ട് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നതായിരിക്കും കാര്യം. താഴത്തെ 2 പല്ലിന് ഇളക്കം വന്നിട്ടുണ്ട്. അതിന്റെ കാരണം താഴത്തെ പല്ലിന് ഏത് ഭാഗത്തുള്ള ബാക്കിലുള്ള പല്ലാണോ മുന്നിലുള്ള പല്ലാണോ എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒരു കർത്താവിടെ പറഞ്ഞിട്ടില്ല. അധികവും മുമ്പിലത്തെ പല്ലിനായിരിക്കും ഇളക്കുണ്ടാവും. അത് നമ്മൾ നേരത്തെ ജാഫർ സാഹിബ് ചോദിച്ചതുപോലത്തെ ഇത് ഒരു കാരണമായിരിക്കും അതിനും ഉണ്ടാവുന്നത്. ഈ മോട ഇറങ്ങിപ്പോവുക, അതേപോലെ അവിടുത്തെ എല്ല് ഇറങ്ങിപ്പോയിട്ട് അത് മുന്നിലുള്ള പല്ല് തന്നെയാണ് സുഹൃത്തിനും ബുദ്ധിമുട്ടുള്ളത്. അത് നമ്മൾ ജാഫർ സാഹിബ് പറഞ്ഞ പോലെ തന്നെ അതിന് കാരണം തന്നെയാണ് പല്ലിനോട് കൂടെയുള്ള എല്ലും മോനം തന്നെ അത് ഇറങ്ങിപ്പിക്കുക, ക്ലീൻ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യമാണെങ്കിൽ പേറ്റോണ്ടൽ തെറാപ്പി പോലത്തെ അസുഖങ്ങൾ സർജറി പോലത്തെ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ അത് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കും. നേരെ മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആണെങ്കിൽ ചെറിയ രീതിയിൽ മാത്രമേ അതുള്ളൂ എന്നുണ്ടെങ്കിൽ സാധാരണ ക്ലീൻ ചെയ്തിട്ട് മൗത്ത് വാഷ് പോലത്തെ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് തിരിച്ചു വരും. പല്ലിൽ ഇതുപോലെ ഉണ്ടാക്കാൻ കാരണം എന്താണ്? പല്ലിൽ ഇതിൽ ഇറങ്ങിയ കക്ക എന്ന് പറയുന്ന സംഭവം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഈ ചോദ്യം കൂടി ലാസ്റ്റ് PM ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഏതായാലും കിടക്കുന്ന സമയമാവും. അമീർ സാഹിബിനും തന്നെ പറയാം 12 മണി 12:30 അവിടുത്തെ കിടക്കുന്ന സമയത്ത് ഏതായാലും ഈ ഒരു രാത്രി പോലത്തുള്ള കുത്തുമത്ത് ചെയ്യുന്നതിൽ നമ്മൾ ഉറക്കം കുറച്ച് കുറഞ്ഞാലും സാറില്ല. വല്ലപ്പോഴും തന്നെ ഇങ്ങനെ അവര് പലരും പല കാര്യങ്ങളെ കൊണ്ടും ഉറക്കൊഴിഞ്ഞ് കഴിയുന്നവരാണ് ഇവര് അഡ്മിന്മാർ. പല ദിവസങ്ങൾ അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളും ഉറക്കൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പല ആളുകളും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ദിവസങ്ങളിൽ നമുക്ക് ഉറക്കൊഴിക്കുന്നത് അതിലൊരു വലിയ കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പള്ളി ഇതുപോലെ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ആദ്യം പല്ല് അവിടെ ക്ലീൻ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ പല്ലിന്റെ പുറമെ ഒരു നേരിയൊരു ഫിലിം പോലത്തെ കാര്യങ്ങളുണ്ടാവും. ഈ ഫിലിം നോക്കുന്ന ഒരു പാട പോലെ ഒരു സംഭവം കിട്ടും. അതിനാണ് നമ്മൾ
എന്ന് നമ്മൾ മെഡിക്കൽ ടേമിൽ നമ്മൾ പറയുന്നത്. ഈ പ്ലാക്കിന്റെ മേലെ അതിനൊരു മേലെ അവിടെ അണുക്കൾ വളരുകയും കൂടെ തന്നെ ഭക്ഷണപദാർത്ഥങ്ങൾ വീണ്ടും വന്ന് ചേരുകയും ചേർന്നിട്ടാണ് അത് ഇതിലായി വരുന്നത്. വായിൽ തന്നെ ഒരു സുപ്രഭാതത്തിൽ ഇതിലാവുകയല്ല ചെയ്യുന്നത്. ഈ ഒരു പാട കെട്ടി നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അതുപോലെ തന്നെ അത് പ്രത്യേകിച്ച് നമ്മൾ ഈ മോളിന്റെ പല്ലിന്റെ അവിടുത്തെ ജോയിന്റിലാണ് ഈ ഇതൾ കാണപ്പെടുന്നത്. ഈ ഇതളിൽ നിന്ന് ഈ പാട കെട്ടുന്നത് നമുക്ക് കാണില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദിവസവും പല്ല് തേക്കണമെന്നും അതേപോലെ ഈ ഫ്ലോസിംഗ് മെത്തേഡ്സ് പല്ലിന്റെ ഇടയിൽ വൃത്തിയാക്കണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ഈ പാട കെട്ടുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വന്നു പോകുന്നത്. ഇത് വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരിക്കലും നമ്മൾ സാധാരണ പല്ല് തേച്ചാൽ പോവില്ല. ഒരു ഡോക്ടറെ അടുത്ത് പോയി അത് ക്ലീൻ ചെയ്താൽ മാത്രമേ അത് പോവുകയുള്ളൂ. അണപ്പല്ലുകളൊക്കെ കേട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിഹാരം. അണപ്പല്ലുകളൊക്കെ കേട് ഈ പല്ല് എന്ന് സംഭവിക്കുന്നത് പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് കാരണം കേടാവെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. നേരം മറിച്ച് ഈ പല്ലിന് കേട് വരുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണ രീതി, നമ്മൾ എങ്ങനെ അതിനെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ വസ്തുത. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും അത് നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് ഒരിക്കലും നമ്മൾ പറയാൻ പറ്റൂല. അപ്പൊ ആ പല്ലിൽ കേടുണ്ടെങ്കിൽ അത് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുമെങ്കിൽ ചെറിയ രീതിയിൽ തന്നെ ഉണ്ടാകുമ്പോൾ തന്നെ ആദ്യം നമ്മൾ അടയ്ക്കാൻ വേണ്ടി നോക്കുക. അതിനുവേണ്ടി വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയിൽ ഷുഗറിന്റെ അംശം, അത് കലോറി അംശങ്ങൾ കുറയ്ക്കാൻ നോക്കുക. നമ്മൾ അതിന് ഡയറ്ററി ചാർട്ട് എന്ന് പറയുന്ന ഒരു ദിവസം നമ്മൾ എത്ര കലോറി കഴിക്കുന്നു അതിനനുസരിച്ച് അത് കൂടുന്തോറും പല്ലിനുള്ള വരുന്ന കംപ്ലൈന്റിന്റെ സാധ്യത കൂടും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജങ്ക് ഫുഡ്സ്, അതേപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പെപ്സി, ഒത്തിരി ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന സഹോദരങ്ങൾ നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വലിയൊരു രക്ഷിക്കുന്നുള്ളതുകൊണ്ട് പലപ്പോഴും പലരും ഇടത്താഴമായിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലും നമുക്ക് പല്ലിന് കേടുണ്ടാകാനും പല്ലിന് കളർ മാറാനും. ഈ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് നമ്മൾ അത് കഴിച്ചാൽ തന്നെ അത് കഴിക്കുന്ന ഭക്ഷണം ആവുന്നതും നമ്മളത് നാടൻ ഭക്ഷണം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള ഭക്ഷണ രീതിയിൽ എടുക്കാൻ നോക്കുക എന്ന്. പിന്നെ രണ്ടാമത് കഴിച്ചാൽ തന്നെ ആവുന്നതും നല്ല രീതിയിൽ പെട്ടെന്ന് ദർശിക്കാനുള്ള സംവിധാനം ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി വരെ പല്ല് കേടാവുന്നതെന്ന് നമുക്ക് അത് മാറ്റുന്നതായിരിക്കും. പിന്നെ വേറെ ചോദിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഒരു പല്ലിന്റെ മേലെ വേറെ ഒരു പല്ല് വന്നിട്ടുണ്ട്, പക്ഷെ ആദ്യത്തെ പല്ല് ഇളകുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നു ഈ ചോദിച്ചിട്ടുള്ളത് കുട്ടികളിലായിരിക്കും എന്ന് തോന്നുന്നു. കുട്ടികളിലാണ് അധികം ബുദ്ധിമുട്ട് കാണിട്ടുള്ളത്. അത് അതെ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ പല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാൽപ്പല്ലുകൾ പോയിട്ട് ഒക്കെ അന്ന് ഞാൻ നേരം നിർത്താം. അമീസായത് ലൈവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇൻഷാല്ലാ അപ്പൊ ഞാൻ നേരം നിർത്തുകയാണ്. ഏതായാലും ഈ ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തെ പാൽപ്പല്ല് പറഞ്ഞു കൊണ്ട് പല്ല് ഡോക്ടറെ അടുത്ത് പോയിട്ട് പറിക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇൻഷാല്ലാ ആ വരുന്ന പല്ല് അതേ സ്ഥാനത്തേക്ക് വരുന്നതാണ്. അഥവാ വന്നിട്ടില്ലെങ്കിൽ ഒരു 16 വയസ്സ് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളത് ഒരു ഓർത്തഡോക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേറെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, പല്ല് തേക്കുമ്പോൾ ചോര വരുന്നു, അതിന് കാരണം എന്താണെന്ന്. താങ്കൾ പറ്റാണെങ്കിൽ ആവുന്നതും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യുക. അത് മൊത്തത്തിലാണ് വരുന്നതെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം അതേപോലുള്ള ഈ രക്തത്തിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരും. അത് ഈ പല്ല് വയ്ക്കുമ്പോൾ ചോര വരാം. ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് മാത്രമാണ് വരുന്നതെങ്കിൽ അത് അവിടെ മറ്റേ ഈ ഞാൻ പറഞ്ഞ പോലെ പാട കെട്ടിയിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള വീറ്റം കാരണമായിരിക്കും വന്നിട്ടുണ്ടാവുക.
അപ്പോൾ ഒരു ക്ലീനിങ് പല്ലും ചെയ്തിട്ട് മൗത്ത് വാഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് മാറുന്നതാണ്. ഏതൊരു അൽഹംദുലില്ല ഞാൻ ഒരിക്കലും ഇത്രയും കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. മധുര പലഹാരങ്ങൾ എല്ലാ സ്വാധീനവും കേടാവുന്നതിൽ ഉണ്ടോ? തീർച്ചയായിട്ടും മധുര പലഹാരങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത് കഴിക്കാൻ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കും തോറും നമുക്ക് ഭക്ഷണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഡോക്ടർ കേൾക്കുന്നുണ്ട്? ഡോക്ടർ DC ഉണ്ട്. ഡോക്ടർ അസഫ് അബൂബക്കർ നാട്ടിൽ നിന്നാണ്. നാട്ടിലിപ്പോൾ ചട്ടിപ്പറമ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഏകദേശം 2 മണിക്കൂറിലധികം വരുന്ന സമയം നമുക്ക് ക്ലാസ് റൂമിന് വേണ്ടി ഡോക്ടർ ലൈവ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു. മൂപ്പര് വരും നോക്കുന്ന പറയും. മൂപ്പര് തൃശ്ശൂർക്കാരാണ്. ഷാനുവിന്റെ കായൽ നാട്ടിലെ വെള്ളാങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട വെള്ളാങ്ങല്ലൂരുള്ള നാട്ടുകാരനാണ്. പക്ഷെ നാട് വെള്ളാങ്ങല്ലൂരാണെങ്കിലും ജോലി മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പിലാണ്. എന്നും കൂടി ഷാനു ഓർക്കണം. ഡോക്ടർ മൈക്ക് വരണമെങ്കിൽ വരാം. ഇൻഷാ അല്ലാഹ് അടുത്ത ലൈവ് നമുക്ക് ഷാർജയിൽ നിന്ന് വരുന്നുണ്ട്. ഒരുപാട് സമയം ക്ലാസ് റൂമിന് വേണ്ടി ക്ലാസ് എടുക്കുകയും മറുപടി പറയുകയും ചെയ്ത ഡോക്ടർക്ക് പ്രത്യേകം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ആയത്ത് പേസ്റ്റിക്കൊണ്ട് നമുക്ക് ടെക്സ്റ്റ് അടിച്ച ബഹുമാനപ്പെട്ട അബ്ദുള്ള തോട്ടക്കാട് സാഹിബിനും ഈ വിഷയത്തിലുള്ള ഹദീസുകളൊക്കെ പേസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഡോക്ടർ തന്നെ മൈക്കിൽ വന്ന് ഈ സെഷൻ അവസാനിപ്പിക്കും. അടുത്തത് ഷാർജയിൽ നിന്നുള്ള ലൈവാണ്. സുന്നീസം നൗഷാദ് സാഹിബുള്ള സ്വീകരണം. ഇൻഷാ അല്ലാഹ് ഞാൻ അധികം നേരം ഈ മൈക്കിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ലൈവ് വരുന്നുണ്ട്. നമ്മൾ ഇത്രയും പറഞ്ഞതും കേട്ടതെല്ലാം പഠിച്ചത് നല്ലൊരു സാലഹാങ്ങളായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. ഏതായാലും ഇത്രയും നല്ലൊരു കൂട്ടായ്മ ഇക്കാലത്ത് നമുക്ക് ഇങ്ങനൊരു കൂട്ടായ്മ പഠിച്ചിട്ടുണ്ടാകുന്നതിൽ അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനെയും നമുക്കൊരു ഉപകാരമുണ്ടെന്ന് പലപ്പോഴും മുമ്പൊക്കെ ആണെങ്കിൽ വാട്സപ്പും ഫേസ്ബുക്കിലും കഴിഞ്ഞുകൂടിയില്ല. പ്രത്യേകിച്ച് അതുപോലത്തെ പലരും എന്റെ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ഫേസ്ബുക്കായിരുന്നു എനിക്ക് ഒഴിവ് കിട്ടുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ ഞാൻ പലപ്പോഴും ഇതിലേക്ക് ആവുന്നതും ക്ലാസ്സിലിരിക്കാനും അതിൽ നടക്കുന്ന മാത്രമേ ശ്രദ്ധിക്കാനാണ് എനിക്ക് അൽഹംദുലില്ലാ അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിലേക്ക് എനിക്ക് എത്തിച്ചു തന്നതും ഇതിലേക്ക് പ്രവർത്തിക്കുന്ന എല്ലാവരും പഠിച്ചാണ് അതിന്റെ അർഹമായി പറയുന്നത് കൊടുക്കുമാറാകട്ടെ. ഏതായാലും 2-3 PM കൂടി വന്നിട്ടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് അവർക്ക് പേഴ്സണലായിട്ട് PM ചെയ്യാം. ഏതായാലും ഞാൻ സമയം കളയുന്നില്ല. ഇൻഷാ അല്ലാഹ് അമീർ സാഹിബ് മൈക്കിലേക്ക് വരാണെങ്കിൽ ഞാൻ എന്തായാലും മൈക്ക് റിലീസ് ചെയ്യാം. എല്ലാം പ്രത്യേകം ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ലൈവ് വരുന്നവരെ ഒരാൾ സുഹൃത്ത് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഡെന്റൽ ഹൈജീനിക് കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഡെന്റൽ ഹൈജീനിക് കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡെന്റിസ്റ്റിന്റെ കീഴിൽ ഡെന്റൽ ഹൈജീനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിന് ഒരു പ്രത്യേകിച്ച് കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ പോലത്തെ ഒരു കോഴ്സാണ്. അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ക്ലീനിങ്, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ സ്കെയിലിംഗ് അതേപോലുള്ള ഈ കോഴ്സിലാണ് ചെയ്യുന്നത്. അത് ഇന്ത്യയിലുണ്ട്, പുറമെയുണ്ട്. പുറമെ ചെയ്യുന്നതിൽ ഒന്നുകൂടി കോഴ്സുകൾ ചെയ്തിട്ട് അവിടെയാണ് ഒന്നുകൂടി ജോലി സാധ്യത കൂടുതൽ. ഇവിടെ ഡെന്റൽ ഹൈജീനിസ്റ്റുകളുണ്ട്, പക്ഷെ അതേപോലെ തന്നെ ഡെന്റിസ്റ്റുകളും ഉള്ളത് കൊണ്ട് തന്നെ അതത്ര ഒരിക്കലും അത്ര അത് സ്വീകരിക്കുക അല്ലെങ്കിൽ പ്രചാരണത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.
നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുന്ന് ചെയ്യാൻ അതിന്റെ കോഴ്സ് പ്രശ്നമില്ല. പക്ഷെ അതിനെ നമ്മൾ അതിന്റെ ജോലി സാധ്യത നിങ്ങൾക്ക് പുറത്ത് അതിനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ നല്ലൊരു കോഴ്സാണ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അത് മെയിനായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ഡെന്റൽ ഹൈജീനിസ്റ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ഡെന്റൽ ക്ലിനിക്കൽ ഡെന്റൽ ഹോസ്പിറ്റലിൽ അതിൽ ഒരു ഹൈജീനിസ്റ്റ് ആയിട്ട് വരുന്നതാണ് മെയിനായിട്ട് സ്കെയിലിംഗ് എന്നാണ് അവരെ ജോലി ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ജോലി വരുന്നത്. ദിവസം 2 പ്രാവശ്യം ബ്രഷ് ചെയ്യാറുണ്ട്, എന്നിട്ടും പല്ലിന് മഞ്ഞ നിറം വരുന്നത് ഒരു പരിഹാരം. അപ്പോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബ്രഷ് ചെയ്യുന്നത് മാത്രമല്ലാണ്ട് നമ്മൾ പല്ല് വരുമ്പോൾ തന്നെ മഞ്ഞ നിറമായിരിക്കും. ഇല്ലെങ്കിൽ അതിനുശേഷമാണ് വന്നത് എങ്കിൽ അത് നമ്മളെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള പാഴപ്പെടുന്നതായിരിക്കും. ഒന്നും ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഭക്ഷണ രീതിയുടെ ഒരു കാരണമായിരിക്കും. ഇല്ലെങ്കിൽ സിഗരറ്റ് അതേപോലത്തെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഒരു ദൂഷ്യകാരം അതുകൊണ്ടും ഉണ്ടാവാം. അല്ലാണ്ട് പല്ല് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു വെള്ള നിറം അല്ല നമ്മുടെ പല്ലിനുള്ളത്. നമ്മുടെ ഉള്ളിൽ ഉള്ള ഡെന്റിന്റെ ഒരു നിറവ്യത്യാസമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഷെയ്ഡായിട്ടാണ് നമ്മുടെ പല്ലിന്റെ കളർ പുറത്തേക്ക് കാണുന്നത്. അതിലൊരിക്കലും നമ്മൾ ഈ മഞ്ഞ നിറം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒരിക്കലും ബ്രഷ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും പല്ല് പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പല്ല് നമ്മൾ കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മഞ്ഞ നിറം വല്ലാണ്ട് എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് അത്ര മഞ്ഞ നിറമായിട്ട് തോന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെന്റിസ്റ്റിനെ പോയി കണ്ടിട്ട്, ഞാൻ വീണ്ടും മുമ്പും പറഞ്ഞിരുന്നു, പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ഈ സെറാമിക് വിനീറും അഥവാ അല്ലെങ്കിൽ അതേപോലത്തുള്ള ഉപാധികളുണ്ട്. ഈ എസ്തെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ അതിന് വളരെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഈ രീതിയിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ പല ഈ ആക്ടേഴ്സിനും ആക്ടർമാർക്കൊക്കെ വേണ്ടിയിട്ട് അവർ ചെയ്തു കൊടുക്കുന്ന രീതികളുണ്ട്. അതിനും അതിൻ്റെതായ പല ദൂഷ്യഫലങ്ങൾ, അഥവാ അവർ നല്ല രീതിയിൽ പല്ല് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, അത് അവർ ഈ കോമ്പോസിറ്റ് അല്ലെങ്കിൽ പല്ലിന് നിറമുള്ള വസ്തുക്കൾ വെച്ചിട്ട് അടച്ചിട്ട് അവർ അത് നല്ല നിറത്തിലും കാര്യത്തിലാക്കുന്നതാണ്. ഒരിക്കലും അവരെ പല്ല് അവർ ജനിച്ച സമയത്ത് അങ്ങനെ ആയിരിക്കില്ല. അവർ അതിനുശേഷം ഒരു ഡെന്റിസ്റ്റ് നടത്തി പോയിട്ട് അതിന് വേണ്ടിയുള്ള കമ്പി ഇട്ട് ആ രീതിയിലാക്കി എസ്തെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്ന ഒരു വസ്തുത അത് നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരണത്തിലില്ല. കാരണം നമ്മൾ അത്രയും അതിനെക്കുറിച്ച് അധികം ബോധവാന്മാരല്ല എന്നുള്ളതാണ്. മറിച്ച് ഈ പടത്തിൽ അഭിനയിക്കുന്നവരൊക്കെ അവർക്ക് ഇത് പ്രത്യേകിച്ച് ഉള്ളത് കൊണ്ട് അതിന് അവർ വളരെ താല്പര്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ മുംബൈ പോലുള്ള ഇതിൽ അവർക്ക് അതിൻ്റെതായ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. പൊതുവെ അതത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ പരിഹാരമുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. ഏകദേശം നല്ല ചെയ്യാൻ ഞാൻ ഉത്തരം പറഞ്ഞ് ചോദിച്ച ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ എന്നെ കൊണ്ടാവും വിധം ഞാൻ എന്റെ ചുരുങ്ങിയ അറിവിൽ വെച്ച് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ PM ചെയ്യാം. ഞാൻ ഏതായാലും മിക്ക ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 3 മണി മുതൽ അല്ലെങ്കിൽ വൈകുന്നേരം മുതൽ മരുന്നോട് കൂടി രാത്രി അധികം നേരം ഞാൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യത്തിലും സംശയം ഉണ്ടെങ്കിൽ PM ചെയ്യാം, പ്രശ്നമില്ല. എന്നാൽ ഇനി എല്ലാവരും ആരാരും ഇല്ല എന്ന് വിചാരിക്കുന്നു. അമീർ സാഹിബ് അല്ലെങ്കിൽ ആരെങ്കിലും മൈക്കിൽ വരാണെങ്കിൽ